ഓട്ടോമോട്ടീവ് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അണ്ടറിൽ വരുന്ന കോഴ്സാണ് നമ്മളുടെ 2 കോഴ്സുകൾ. അതിന്റെ കോഴ്സ് ഡീറ്റെയിൽസും ഈ ഇൻഡസ്ട്രിയിലെ കരിയർ ഓപ്പർച്യൂണിറ്റീസ്, അതേപോലെ അതിലുള്ള എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ ഒരു വ്യവസായം എന്ന നിലയിൽ അല്ലെങ്കിൽ ബിസിനസ് എന്ന നിലയിൽ നമുക്ക് അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെയാണ് നമ്മൾ ഈ വെബിനാർ സീരീസിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടന്റിലോട്ട് കിടക്കാം. ഇത് നമ്മളുടെ ഫാക്ടറിയെ പറ്റി ഒരു നമ്മളുടെ എന്ത് ടെക്നോളജിയാണ് അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റ് ആണ് എന്ന് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ലൈഡ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് വി ആർ യൂസിങ് എ ഡെഡിക്കേറ്റഡ് പെറ്റ് ലൈൻ ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീൻ. നമ്മുടെ ഫെറോമാറ്റിക് മിലാക്രോൺ എന്ന ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീൻ ആണ് നമ്മുടെ മെഷീനറി. ഇതേ മെഷീനിൽ തന്നെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ കാൻഡിഡേറ്റ്സിന് അല്ലെങ്കിൽ ട്രെയിനീസ് ആയിട്ട് വരുന്നവർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഡെഡിക്കേറ്റഡ് പെറ്റ് ലൈൻ, അതായത് നമ്മുടെ പെറ്റ് എന്ന് ഉദ്ദേശിച്ചത് ആ കെമിക്കലാണ്, ഈ ഗ്രാനുവൽസ് പോലെ ഉള്ള ഒരു പെറ്റ് റെസിൻ നമ്മളുടെ റോ മെറ്റീരിയൽ ആണ്. ഈ പെറ്റ് ഗ്രാനുവൽസ് എന്ത് ചെയ്യുന്നു, ഈ ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീനിൽ പ്രോസസ് ചെയ്തതിനു ശേഷം ഈ ഈ ടെസ്റ്റ് ട്യൂബ് പോലെ ഇരിക്കുന്ന പ്രോഡക്റ്റ് ആണ് നമ്മളുടെ എൻഡ് പ്രോഡക്റ്റ്. അതായത് നമ്മളുടെ ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്റെ കയ്യിലിരിക്കുന്ന ഈ ടെസ്റ്റ് ട്യൂബ് പോലെ, അതായത് ഇതാണ് പ്രീഫോം എന്ന് പറയുന്നത്. ഈ പ്രീഫോം ബ്ലോ ചെയ്താണ് നമ്മളുടെ 1 ലിറ്റർ ബോട്ടിൽ, അതായത് നമ്മളെ വെള്ള ഡ്രിങ്കിങ് വാട്ടർ ബോട്ടിൽസ് 1 ലിറ്ററിന് യൂസ് ചെയ്യുന്നത്. അതല്ലാതെ വേറെ ലോഷൻസിനും ഫിനോയിൽ അങ്ങനെ പല ആപ്ലിക്കേഷൻസിനും നമുക്ക് യൂസ് ചെയ്യാം. മെയിൻ ആയിട്ടും ഡ്രിങ്കിങ് വാട്ടർ അല്ലെങ്കിൽ എഡിബിൾ പർപ്പസിന് വേണ്ടിയുള്ള പാക്കേജിംഗ് മെറ്റീരിയൽസ് ആണ് നമ്മളുടെ ഈ പ്രോഡക്റ്റ്. ഇതിന്റെ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ 20 ഗ്രാം വെയിറ്റ് ആയിരിക്കും. അതിന്റെ ഗ്രാമേജ് മെറ്റീരിയലിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 20 ഗ്രാംസ് ആയിരിക്കും. പിന്നെ അതിന് ഒരുപാട് സ്പെസിഫിക്കേഷൻ ഉണ്ടാവും, നമുക്ക് കൂടുതൽ ഇതിലോട്ട് കടക്കുമ്പോൾ പറയുന്നതായിരിക്കും. അപ്പൊ ഇതാണ് നമ്മളുടെ മെയിൻ പ്രോഡക്റ്റ്. നമ്മുടെ മെഷീനറി ആണ്, ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മെഷീനറി ആണ്. ആൻഡ് ഇസ് യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് ദിസ് പെറ്റ് പ്രീഫോം യൂസിങ് ഇഞ്ചക്ഷൻ മോൾഡിംഗ് പ്രിൻസിപ്പിൾ. പോളിമർ പ്രോസസ്സിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു പ്രോസസ്സിംഗ് ടെക്നോളജിയാണ് ഈ ഇഞ്ചക്ഷൻ മോൾഡിംഗ് എന്ന് പറയുന്നത്. അപ്പം അതിലെ ഏറ്റവും നൂതനമായ ടെക്നോളജി യൂസ് ചെയ്താണ് നമ്മുടെ ഫാക്ടറി പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ ആൻഡ് ദിസ് സെയിം മെഷീനറി ആൻഡ് ദ സെയിം എക്യുപ്മെന്റ്സ് ആർ യൂസ്ഡ് ഫോർ ട്രെയിനിങ് ദ കാൻഡിഡേറ്റ്സ് ഇൻ ദി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക്. നമ്മുടെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന് ഇതേ മെഷീനറി യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. And about the introduction or some guideline or an outline of this process, manufacturing process, as we are using PET granules as our raw material. നമ്മളുടെ raw material എന്ന് പറഞ്ഞാൽ PET granules ആണ്. PET means polyethylene terephthalate. അപ്പം ആ polyethylene terephthalate ആണ് നമ്മളുടെ raw material. അത് ഇഞ്ചക്ഷൻ മോൾഡിംഗ് പ്രോസസ് PET എന്ന raw material ഈ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ we have to dehumidify or we have to dry the material in order to remove the moisture content. നമ്മളുടെ ആ മോയ്സ്ചർ അല്ലെങ്കിൽ ഈർപ്പം, വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ, ജലാംശം ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ അത് ആദ്യം ഒരു പ്രീ ഹീറ്റിംഗ് എന്ന് പറയും, പ്രീ ഹീറ്റിംഗ് പ്രോസസ്. അതായത് ഇതിനെ ഈ മെറ്റീരിയലിനെ നമ്മൾ ഡ്രൈ ചെയ്യണം അല്ലെങ്കിൽ ഡീഹ്യൂമിഡിഫൈ ചെയ്യണം, അതിലെ മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ചെയ്യണം. അതിനായിട്ട് ഏകദേശം ഒരു 3 തൊട്ട് 4 മണിക്കൂർ വരെ അത് മെറ്റീരിയലിന്റെ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് അക്കോർഡിംഗ്ലി ദ ഹീറ്റിംഗ് ടൈം ആൻഡ് ടെമ്പറേച്ചർ സെറ്റിംഗ്സ് മേ വേരി. ഏകദേശം 185 to 1 ഡിഗ്രി സെൽഷ്യസ് നോർമലി ഒരു മെറ്റീരിയൽ, അത് ഡ്രൈയിങ് കപ്പാസിറ്റി അതനുസരിച്ച് ഒരു ഡ്രയറിന്റെ കപ്പാസിറ്റി സ്പെസിഫിക്കേഷൻ അനുസരിച്ച് അതുപോലെ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ് അനുസരിച്ച് മാറുന്നതായിരിക്കും. അത് ഡീഹ്യൂമിഡിഫൈങ് സെക്ഷൻ. ഇതിന് ശേഷം ഈ മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ചെയ്ത മെറ്റീരിയൽ ഈസ് ഇഞ്ചക്റ്റഡ് ഓർ പുൾഡ് ടു ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീൻ. അവിടെ നമുക്കൊരു ഇഞ്ചക്ഷൻ മോൾഡ് കാണും. നമ്മൾ ഏത് പ്രോഡക്റ്റ് ആണോ അതനുസരിച്ചുള്ള ഒരു ഇഞ്ചക്ഷൻ മോൾഡ് നമ്മൾ യൂസ് ചെയ്യണം. ഇതിന്റെ ഇഞ്ചക്ഷൻ മോൾഡിംഗ് പ്രിൻസിപ്പിൾ ഇപ്പൊ നമ്മൾ ഒരു ചെയർ, ഒരു കസേരയാണെന്ന് കരുതുക, അല്ലെങ്കിൽ ഇവനെ ബക്കറ്റ്, മഗ്, ഏത് പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീന് ആദ്യം സെയിം പ്രിൻസിപ്പിൾ, വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മെഷീന്റെ പ്രവർത്തനങ്ങളെല്ലാം സെയിം ആണ്. ഒരു ആപ്ലിക്കേഷൻ അനുസരിച്ച് അതിന്റെ മെറ്റീരിയൽ മാറുന്നു, അല്ലെങ്കിൽ അതിന്റെ ഓപ്പറേറ്റിംഗ് പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ മോൾഡ് ചേഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ. മെഷീന്റെ കപ്പാസിറ്റി അതനുസരിച്ച് certain technical parameters may vary, but the same principle is used behind any injection molding machine. എല്ലാ ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീനിലും സെയിം മെഷീനറി അല്ലെങ്കിൽ സെയിം ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ ആണ് നമ്മൾ പിന്തുടരുന്നത്. അപ്പം ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീനിൽ, അതായത് ഇവിടെ നമ്മൾ എന്താണ് ബാരൽ സോൺസ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഈ ഡീഹ്യൂമിഡിഫൈ ചെയ്ത മെറ്റീരിയൽ ഇവിടെ മെൽറ്റ് ആകുന്നു ഏകദേശം 300 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ. അതായത് ഒരു മെറ്റീരിയലിന്റെ ഓരോ സോൺ ആണ്, ആ ഓരോ സോണിൽ അത് എന്ത് ചെയ്യുന്നു, മെൽറ്റ് ആയി അത് മോൾട്ടൺ സ്റ്റേറ്റിൽ വന്ന് ഉരുകിയ അവസ്ഥയിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഈ മോൾഡിലോട്ട് ഇഞ്ചക്ട് ചെയ്യുന്നു.
ആ മോൾഡിൽ അത് എന്ത് ചെയ്യണം, ചൂട് മെറ്റീരിയൽ ആണ് അല്ലെ. അപ്പൊ ആ ചൂട് മെറ്റീരിയൽ എന്ത് ചെയ്യണം, പെട്ടെന്ന് ചില്ല് ചെയ്യണം അല്ലെങ്കിൽ കൂൾ ചെയ്യണം. അങ്ങനെ അതിന്റെ ടെമ്പറേച്ചർ കുറച്ച് ചില്ലേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ നമ്മളുടെ ഈ പറഞ്ഞ ഷേപ്പിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യുന്നു. സോൾഡിഫൈന് ശേഷം കൂളായിട്ടുള്ള ആ ഉരുകിയ അല്ലെങ്കിൽ ചൂട് ഹൈ ടെമ്പറേച്ചർ ഉള്ള ആ മെറ്റീരിയൽ, മോൾട്ടൺ സ്റ്റേറ്റിലുള്ള ആ മെറ്റീരിയൽ കൺവേർട്ടഡ് ഇൻ ടു അവർ ഫൈനൽ പ്രോഡക്റ്റ് ബൈ കൂളിംഗ് ത്രൂ എ ചില്ലർ. ഒരു ചില്ലർ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ കൂൾ ചെയ്ത് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഇതാണ് നമ്മുടെ ഒരു ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീന്റെ ബേസിക് പ്രോസസ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ മോൾഡിങ്ങിന്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്. ഫസ്റ്റ് പെറ്റ് ഗ്രാനുൾസ്, അതായത് നമ്മളുടെ റോ മെറ്റീരിയൽ, and it gets dried or dehumidified using a dehumidifier air dryer, and it is put to an injection molding machine through an hopper loader, and where they get melted, and this chiller is used to cool down this melted material, and the final product is ejected as the our preform or whatever the product എങ്ങനെയാണോ മോൾഡിന്റെ ഡിസൈൻ അല്ലെങ്കിൽ എന്ത് പ്രോഡക്റ്റ് ആണോ ആ മെഷീനും കൊണ്ട് മാനുഫാക്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ദാറ്റ് പ്രോഡക്റ്റ് വി വിൽ ഗെറ്റ് ആസ് ദി ഫൈനൽ പ്രോഡക്റ്റ് ഫ്രം ദി മെഷീനറി. ഇതാണ് ഒരു ബേസിക് ഇഞ്ചക്ഷൻ മോൾഡിംഗ് അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്ലാസ്റ്റിക് മോൾഡിംഗ് പ്രോസസ് ഉണ്ട്. ഇതിൽ എന്തായാലും ഇഞ്ചക്ഷൻ മോൾഡിങ്ങിന് പകരം വേറെ ഏതെങ്കിലും മോൾഡിംഗ് ടെക്നോളജി ആണെങ്കിൽ അത് യൂസ് ചെയ്യും. അതാണ് ബേസിക് പ്രോസസ്. ഓക്കെ, പറഞ്ഞ പ്രോസസ്സ് തന്നെ ഒന്നുകൂടെ ഒരു സ്കീമായിട്ട് ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷനിൽ കാണിച്ചേക്കുന്നു. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, പെറ്റ് റെസീൻ, നമ്മളുടെ ഈ ഗ്രാനുൾസ്, ഈ തരിതരി പോലെ ഇരിക്കുന്ന വൈറ്റ് ഗ്രാനുൾസ്, ഇതാണ് നമ്മളുടെ റോ മെറ്റീരിയൽ. അത് പല മെറ്റീരിയലിന്റെ അനുസരിച്ച് പല ടെമ്പറേച്ചറിൽ ഏകദേശം മാക്സിമം 300 ഡിഗ്രി സെൽഷ്യസ് വരെ എന്ത് ചെയ്യുന്നു, അത് മോൾട്ടൺ സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇത് ഒരു ഇഞ്ചക്ഷൻ മോൾഡിംഗ് പ്രോസസ്, ഏതാണോ മെഷീനറി അതിലോട്ട് ഇഞ്ചക്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു, പ്രീഫോം, നമ്മളുടെ പ്രോഡക്റ്റ് പ്രീഫോം ചെയ്യുന്നു. ഈ പ്രീഫോം ആണ് എന്ത് ചെയ്യുന്നത്, പിന്നെ അടുത്ത പ്രോസസ്. ഈ പ്രീഫോമിനെ നമുക്ക് എന്താകണം, ഇറ്റ് കൺവേർട്ടഡ് ടു, ഇറ്റ് ഹാസ് ടു ബി കൺവേർട്ടഡ് ടു എ ബോട്ടിൽ, അല്ലെങ്കിൽ വാട്ട് എവർ ദി required design or whatever may be the required capacity to handle or to carry the carrying capacity, depending upon the carrying capacity or design of the bottle, we can convert or we can blow mold that preform into required bottle. അതായത് നമ്മളെ ഈ ബ്ലോ മോൾഡിംഗ് എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട്. ഇഞ്ചക്ഷൻ മോൾഡിംഗ് കഴിഞ്ഞതിന് ശേഷം ഈ കുപ്പി എന്ത് ചെയ്യുന്നു, ബ്ലോ ചെയ്ത്, ബ്ലോ മോൾഡിംഗ് പ്രോസസ് നമുക്ക് അതിന്റെ വീഡിയോയും അനിമേഷൻസും ഒക്കെ ഉണ്ട്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയുന്നതായിരിക്കും. ഇതിനെ ബ്ലോ ചെയ്ത് എന്ത് ചെയ്യുന്നു, ബോട്ടിലാക്കും. ഇതാണ് നമ്മളുടെ ഏകദേശം ഒരു കമ്പനിയിൽ ചെയ്യുന്ന ഇത്. ഇനിയും ഒരു ഡിഫറെന്റ് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ആക്സസറീസ്, ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീന്റെ കൂടെ യൂസ് ചെയ്യുന്ന മെഷീനറിയും അതിന്റെ കൂടെ സപ്പോർട്ടിംഗ് എക്യുപ്മെന്റ്സും നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഇതാദ്യം പറഞ്ഞു, നമ്മൾ ഡീഹ്യൂമിഡിഫൈ ചെയ്യും അല്ലെ, ഗ്രാനുൾസിന്റെ മോയ്സ്ചർ കണ്ടന്റ് വി ഹാവ് ടു റിമൂവ് ദാറ്റ്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ് ഡീഹ്യൂമിഡിഫൈങ് എയർ ഡ്രയർ. അപ്പൊ അതിന്റെ എന്താണ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ഹീറ്റ് മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയൽ കാണും, ഒരു സിങ്ക് പോലെ ആക്ട് ചെയ്യും. അത് നമ്മൾ കംപ്രസർ ഹീറ്റ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു ഹീറ്റർ കോയിൽ കാണും. ഈ ഹീറ്റർ കോയിലിൽ നിന്ന് വരുന്ന ടെമ്പറേച്ചർ കാരണം അത് ഈ എയർ ഇതിൽ സർക്കുലേറ്റ് ചെയ്യുന്നു. ഈ മെറ്റീരിയൽ, നമ്മുടെ മെറ്റീരിയൽ ഈ വരുന്ന പെറ്റ് റെസിൻ ഈ ബിന്നിലോട്ട്, അതായത് നമ്മളൊരു കണ്ടെയ്നർ പോലെ ഒരു ഹീറ്റ് നിലനിർത്തുന്ന ഒരു മെറ്റീരിയൽ കൊണ്ട് യൂസ് ചെയ്ത കോട്ടിംഗ് ഉള്ള ഒരു ബിന്ന് കാണും. ഇതിലോട്ടാണ് മെറ്റീരിയൽ വരുന്നത്. ഈ ഡീഹ്യൂമിഡിഫയറിൽ നിന്നുള്ള ടെമ്പറേച്ചർ and it gets passed to this bin, and the moisture is absorbed from the material in this bin, and from this bin the material is carried out or carried forward to the injection molding machine. ഇതാണ് ഒരു ഡീഹ്യൂമിഡിഫൈങ് എയർ ഡ്രയറിന്റെ പ്രവർത്തനം. And it is the main machine or injection molding machine that we are using. ഒരു ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീനിൽ പല പാർട്സ് ഉണ്ട്. മെയിൻ ആയിട്ടും നമ്മൾ ഒരു ബേസിക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വെബിനാറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, എന്നാലും മെയിൻ ആയിട്ട് വരുന്ന പാർട്സ്, അതായത് ഇവിടെ ഈ ഒരു ഭാഗത്തായിരിക്കും ഈ കൊടുത്തേക്കുന്ന ഈ പിക്ചർ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ നമ്മുടെ മോൾഡ്, അതായത് ഏത് പ്രോഡക്റ്റ് ആണോ നമുക്ക് വേണ്ടത്, അക്കോർഡിംഗ് ടു ദാറ്റ് ദി മോൾഡ് ഡിസൈൻ മേ വേരീസ്. എങ്ങനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് പ്രോഡക്റ്റ് ആണോ, and the mold design will varies according to the required product. നമുക്ക് ഏത് പ്രോഡക്റ്റ് ആണോ വേണ്ടത് അതനുസരിച്ചുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള മോൾഡ് മാറുന്നു. ഏത് പ്രോഡക്റ്റിന്റെ ഡിസൈനും അതിന്റെ ഡയമെൻഷനും അനുസരിച്ച് we have to vary the mold.
പിന്നെ ഈ മോൾഡ് ഹാങ് അല്ലെങ്കിൽ അത് ചെയ്യുന്ന സിറ്റുവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഫിക്സ് ചെയ്യുന്ന ടൈ ബാർസ് ഉണ്ട്. പിന്നെ PLC കൺട്രോൾഡ് മോസ്റ്റ്ലി എല്ലാം ഓട്ടോമേറ്റഡ് മെഷീനറീസ്. പിന്നെ ഇതിന്റെ നോസിൽ ഈ മെറ്റീരിയൽ വരുന്ന, അതായത് നമ്മൾ ഈ ഡീഹ്യൂമിഡിഫയർ നേരത്തെ പറഞ്ഞ ഈ ബിന്നിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു, ഈ ഹോപ്പർ ലോഡറിലോട്ടായിരിക്കും എന്ത് വരുന്നത്, മെറ്റീരിയൽ വരുന്നത്. ഇവിടെ നിന്നാണ് ത്രൂ ദിസ് ഹോപ്പർ ലോഡർ മെറ്റീരിയൽ ഈസ് ക്യാരിഡ് ഫോർവേഡ് ടു ദി ബാരൽ. നമ്മളുടെ മെറ്റീരിയൽ ഹീറ്റ് ആവുന്ന, മെൽറ്റ് ആകുന്ന ബാരലിലോട്ട് പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ തള്ളിവിടുന്ന ഹോപ്പർ ലോഡർ. ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ ബാരലിൽ പല സോൺസ് ഉണ്ട്. ഈ സോണില് ഹീറ്റർ കോയിൽ കാണും, ഹീറ്റേഴ്സ് കാണും. ഈ ഹീറ്റർ നമ്മൾ പവർ കൊടുത്ത് എന്ത് ചെയ്യുന്നു, ചൂടാവുന്നു. അതിന്റെ ടെമ്പറേച്ചർ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു, മെൽറ്റ് ആകുന്നു. പിന്നെ ഇതിന്റെ ഈ മെറ്റീരിയൽ നമ്മൾ ഇവിടെ ഒരു സ്ക്രൂ ബാരൽ എന്ന് പറയും. ഈ സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇത് ഈ പിസ്റ്റൺ, അതായത് ഈ സ്ക്രൂ മോട്ടർ എന്ത് ചെയ്യുന്നു, ഈ ബാരല് മുന്നോട്ടും പുറകോട്ടും റിവേഴ്സ് ആൻഡ് ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്നു, ഇത് മുന്നോട്ടും പുറകോട്ടും ആകുകയും ചെയ്യും. അങ്ങനെ ആ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ബാരല് റൊട്ടേറ്റ് ചെയ്യുക, സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ബാരലിൽ കൂടെ എന്ത് ചെയ്യുന്നു, മെറ്റീരിയൽ ഇഞ്ചെക്ട് ചെയ്യുന്നു. ഇതാണ് ബേസിക് ഒരു ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീന്റെ ബേസിക് ഡയഗ്രാം. ഈ പറഞ്ഞ മോൾഡും ബാരലും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇതാണ് സ്ക്രൂ. ഈ ഫീഡർ ഹോപ്പർ വരുന്നു, ഇവിടെ വാട്ടർ കൂളിംഗ് ചാനൽസ് കാണും. ഈ സ്ക്രൂ മോട്ടർ എന്ത് ചെയ്യുന്നു, ഈ സ്ക്രൂവിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് എന്ത് ചെയ്യുന്നു, മെറ്റീരിയൽ അകത്തോട്ട് ഈ ഇഞ്ചക്ഷൻ മോൾഡ് അല്ലെങ്കിൽ ഇതിന്റെ ക്യാവിറ്റിയിലോട്ട് എന്ത് ചെയ്യുന്നു, മെറ്റീരിയൽ പുൾ ചെയ്യുന്നു, ഡ്രോ ചെയ്യുന്നു. എന്നിട്ട് അതിനുശേഷമാണ് ഈ മോൾഡിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, റിക്വയർഡ് ഷേപ്പിനനുസരിച്ച്, മോൾഡിന്റെ റിക്വയർഡ് ഷേപ്പ് അനുസരിച്ച് എന്ത് ചെയ്യുന്നു, അത് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് ചില്ലറിൽ നിന്ന് വരുന്ന വാട്ടർ കൂൾഡ് ചില്ലേഴ്സ് ആയിരിക്കും ഇതിനകത്ത് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഒരു ചില്ലർ, ഇവിടെ ഒരു വാട്ടർ ടാങ്ക് കാണും. ഈ ടാങ്കിനകത്ത് വെള്ളം, വാട്ടർ, കുറച്ച് വാട്ടർ 200 അല്ലെങ്കിൽ 200 ലിറ്റർ, ഏകദേശം 200 to 300 ലിറ്റർ, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടാങ്ക് കപ്പാസിറ്റി. അതനുസരിച്ച് കൂളിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് ക്യാബിനറ്റിനകത്ത് എന്ത് ചെയ്യുന്നു, കണ്ടൻസിങ് യൂണിറ്റ് കാണും. അങ്ങനെ ഒരു ചില്ലർ, നമ്മളുടെ എന്താണ് കംപ്രസർ വർക്ക് ചെയ്ത്, അങ്ങനത്തെ കംപ്രസർ വർക്ക് ചെയ്ത് കൂളിംഗ് ഏജന്റ് കാണും. അതുപോലെ വാട്ടർ ചില്ലർ യൂസ് ചെയ്ത് ആണ് നമ്മളുടെ ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീനിൽ കൂളിംഗ് പ്രോസസ്സ് ക്യാരി ചെയ്യുന്നത്. നെക്സ്റ്റ് ഇഞ്ചക്ഷൻ മോൾഡ്. ഇഞ്ചക്ഷൻ മോൾഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് ഈ കൊടുത്തേക്കുന്ന ഇഞ്ചക്ഷൻ മോൾഡ് പ്രീഫോമിന്റെ മോൾഡാണ്. അതായത് നമ്മളുടെ ഫാക്ടറീസിൽ യൂസ് ചെയ്യുന്ന തരം പ്രീഫോമിന്റെ മോൾഡാണ്. ഇതില് ഈ ഓരോ കോർ, ഇതിന് ക്യാവിറ്റി എന്നും ഇതിന് കോർ എന്നുമാണ് പറയുന്നത്. മോൾഡിന്റെ ക്യാവിറ്റിയും കോർ സൈഡും ആണ്. അതുപോലെ ഇത് കോറ്, ക്യാവിറ്റി. അപ്പം ഈ ക്യാവിറ്റി, ഈ കോറിനനുസരിച്ചാണ് പ്രീഫോമിന്റെ ലെങ്ത്, അതിന്റെ കാര്യങ്ങൾ, ഡയമെൻഷൻസ് ഒക്കെ വരുന്നത്. അപ്പം ഇത് എത്ര ക്യാവിറ്റി അല്ലെങ്കിൽ എത്ര ക്യാവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എത്ര കോർ ഉണ്ട്, എത്ര ക്യാവിറ്റി ഉണ്ടെന്ന് ഇപ്പം 48 അല്ലെങ്കിൽ 48 ക്യാവിറ്റീസ് അല്ലെങ്കിൽ 32 ക്യാവിറ്റീസ്, 16 ക്യാവിറ്റി. അപ്പം അത് എത്ര, അതായത് ഒരു സൈക്കിളിൽ അറ്റ് എ ടൈമിൽ എത്ര പ്രോഡക്റ്റ് റിലീസ് ആകുന്നു, അതാണ് നമ്പർ ഓഫ് ക്യാവിറ്റീസ്. ആ ഒരു ക്യാവിറ്റിയുടെ പ്രൈസ് മോൾഡിന്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ അതിന്റെ എന്താണ് ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷനും അനുസരിച്ച് മോൾഡിന്റെ പ്രൈസും ഒക്കെ വേരി ചെയ്യും. അല്ലെങ്കിൽ മോൾഡിന്റെ ക്യാവിറ്റി, മോൾഡാണ് ഏറ്റവും കൂടുതൽ. അതേപോലെ ഈ പ്രീഫോം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഏതൊരു ഇഞ്ചക്ഷൻ മോൾഡിംഗ് മാനുഫാക്ചറിങ് യൂണിറ്റിലും നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി മെയിൻ ആയിട്ടും ഡിപ്പെൻഡ്സ് അപ്പോൺ ദി മോൾഡ് ക്വാളിറ്റി. മോൾഡിന്റെ ക്വാളിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി മാർക്കറ്റിൽ വിലയിരുത്തുന്നത്. അപ്പൊ മോൾഡിൽ നമ്മൾ വളരെ ശ്രദ്ധ ചെലുത്തണം. ഏത് തരം പ്രോഡക്റ്റ് ആണോ, പല എന്താണ് വെറൈറ്റീസിൽ മോൾഡ് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. പക്ഷെ നമ്മളുടെ എന്താണോ പ്രോഡക്റ്റ് അതനുസരിച്ചുള്ള ക്വാളിറ്റിയിലുള്ള മോൾഡ് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫീൽഡിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേപോലെ തന്നെ ഈ മോൾഡിന്റെ മെയിൻ്റനൻസ്, നമ്മൾ ഈ കാൻഡിഡേറ്റ്സ് നമ്മുടെ കോഴ്സിൽ വരുന്ന ട്രെയിനീസിന് നോട്ട് ഓൺലി ദി ഓപ്പറേഷൻ ഓഫ് ദി മെഷീനറിയുടെ ഓപ്പറേഷൻ മാത്രമല്ല, വി ഓൾസോ ട്രെയിൻ ദം ദി മെയിൻ്റനൻസ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് മോൾഡ്സ് ആൻഡ് ദി സപ്പോർട്ടിംഗ് ആക്സസറീസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രി. ഒരു ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന എല്ലാ സപ്പോർട്ടിംഗ് എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റനൻസ്, അതിന്റെ പ്രോപ്പർ ട്രബിൾ ഷൂട്ടിങ്, അല്ലെങ്കിൽ മോൾഡിന്റെ ക്ലീനിങ്. മോൾഡ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു വലിയൊരു ടാസ്ക് ആണ്. അതായത് നമ്മൾ റെഗുലറായി മോൾഡ് ക്ലീൻ ചെയ്തില്ല അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അഫക്ട് ചെയ്യും. സോ അവർ കാൻഡിഡേറ്റ്സ് വിൽ ബി ട്രെയിൻ ഇൻ ദിസ് ഡൊമൈൻസ് ഓൾസോ. നമ്മളുടെ
കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വരുന്ന ഏതൊരു ട്രെയിനീസിനും ഇത്തരത്തിലുള്ള എല്ലാ എക്യുപ്മെന്റ്സും അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും നമ്മൾ അവരെ സ്കിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവരെ സ്പെഷ്യലായിട്ട് ട്രെയിൻ ചെയ്യുന്നതായിരിക്കും. അതാണ് നമ്മളുടെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മളുടെ ഇതാണ് ആസ് ആൻ ഇൻഡസ്ട്രി അബൌട്ട് സോവറിൻ ടെക് റിഫോംസ്. നമ്മളുടെ ഇൻഡസ്ട്രി എന്നുള്ള നിലയിൽ സോവറിൻ എന്ന കമ്പനിയെ കുറിച്ച് ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ഈ മെയിൻ ആയിട്ടും നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതിലെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ സ്കിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് വഴി നമ്മൾ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഏതൊരു ഇപ്പം 10ാം ക്ലാസ് അല്ലെങ്കിൽ ITI ബേസിക് ക്വാളിഫിക്കേഷൻ ആണ്. അത് തന്നല്ല, അത് മാത്രമല്ല ഇപ്പോൾ ഈ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്നവർ അവരുടെ നിലവിലുള്ള അല്ലെങ്കിൽ അവരുടെ ബേസിക് ക്വാളിറ്റി അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ സ്കിൽ ലെവൽ അല്ലെങ്കിൽ സ്കിൽ സെറ്റ് ഇംപ്രൂവ് ചെയ്യണം. അങ്ങനെ ഉള്ളവർക്കും നമ്മുടെ കോഴ്സ് ചൂസ് ചെയ്യാം. അതേപോലെ ഓണ്ടർപ്രണേഴ്സ് ആയിട്ടുള്ളവര് ഇപ്പോ ഇത്തരം മെഷീനറീസ് യൂസ് ചെയ്യുന്നവർ അവർക്ക് ഈ മെഷീനറിയുടെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിവില്ലായിരിക്കാം. അവരെ ഈ രീതിയിൽ അവരുടെ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യുക. അപ്പൊ അങ്ങനെ ആ രീതിയിലുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഇതില് ഒരു പോളിമർ പ്രോസസ്സിംഗ് ടെക്നോളജി അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗില് one who opt his career in this field and this will be our community skill park is a right option for that. ഈ പ്ലാസ്റ്റിക് എഞ്ചിൻ അല്ലെങ്കിൽ പോളിമർ എഞ്ചിനീയറിംഗ് പഠിച്ച പല വിദ്യാർത്ഥികൾ കാണും അല്ലെങ്കിൽ പല കാൻഡിഡേറ്റ്സ് കാണും. അവർക്ക് ബിടെക് പോളിമർ അല്ലെങ്കിൽ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അപ്പൊ അങ്ങനെയുള്ള അല്ലെങ്കിൽ ബിടെക് ഇലക്ട്രിക്കൽ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ബിടെക് അല്ലെങ്കിൽ ഏതൊരു കോഴ്സ് ആണെങ്കിൽ പോലും തിയററ്റിക്കൽ ആയിട്ടുള്ള നോളജ് ആയിരിക്കും കൂടുതൽ. ഈവൻ ITI ഡിപ്ലോമ ആണെങ്കിൽ പോലും ഒരു മെഷീനറി ഓപ്പറേഷനോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു ഒന്നും അവർക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് വിദ്യാർത്ഥികൾക്ക് അറിവുണ്ടാകണമെന്നില്ല. ആ രീതിയിൽ നമ്മൾ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലെ നമ്മളുടെ കോഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഫേം അസാപ്പും അല്ലെങ്കിൽ സഹസ്ര ഇലക്ട്രോണിക്സുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ എല്ലാ മേഖലയിലും ഒരു സ്കിൽ ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്ന ജസ്റ്റ് ഒരു തിയററ്റിക്കൽ നോളജോ അല്ലെങ്കിൽ ആ മെഷീൻ ഓപ്പറേഷനോ മാത്രമല്ല, ഒരു ഇൻഡസ്ട്രി ഒരു ഓൾറൗണ്ടർ ആയിട്ട് ഒരു കാൻഡിഡേറ്റിനെ പെർഫോം ചെയ്യാൻ പറ്റും. ഉദാഹരണം നമ്മളുടെ ഇനിയും ഈ കോവിഡ് അല്ലെങ്കിൽ ഈ പാൻഡമിക് കോവിഡ് അല്ലെങ്കിൽ കൊറോണ കാലം കഴിഞ്ഞാൽ the main drawback or the main crisis that are faced by the industrial field അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫീൽഡ് അല്ലെങ്കിൽ എക്കണോമി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ആയിരിക്കും നമ്മളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ വരുമ്പോൾ the main backbone of Indian economy is MSME. വലിയ കോർപ്പറേറ്റുകളും വലിയ മൾട്ടിനാഷണൽ കമ്പനീസും അല്ല നമ്മളുടെ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തിന്റെ നട്ടെല്ല്. MSME എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ് അല്ലെങ്കിൽ ചെറുകിട ഇടത്തര വ്യവസായ മേഖലകളാണ് ഒരു എക്കണോമിയുടെ അല്ലെങ്കിൽ ഇന്ത്യ ലൈക്ക് ഇന്ത്യൻ എക്കോണമി ഒരു ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് MSME യൂണിറ്റ്സ് ആണ്. അപ്പൊ അവിടെ ഒരു ചെറുകിട അല്ലെങ്കിൽ ഒരു ഇടത്തരം യൂണിറ്റ് നടത്തുന്ന ഇപ്പൊ എന്നെ പോലുള്ള ഒരു ഓണ്ടർപ്രണർക്ക് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു പർട്ടിക്കുലർ ഒരു കോർപ്പറേറ്റ് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിങ്ങൾ ചെയ്യുന്ന പോലെ ഒരു സ്പെസിഫിക് ഇപ്പൊ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മെഷീൻ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സെക്ഷൻ അത് മാത്രം അല്ല ഉദ്ദേശിക്കുന്നത്. ദി ഓണ്ടർപ്രണേഴ്സ് വിൽ ചൂസ് ആൻ ഓൾറൗണ്ടർ. അതായത് ഒരു ഓപ്പറേറ്റർ ആയിട്ട് ഒരാളെ ചൂസ് ചെയ്താൽ he must be an all-rounder അല്ലെങ്കിൽ he can perform all the tasks there. അല്ലാതെ ഓരോരുത്തർക്ക് ഇപ്പൊ ഇലക്ട്രിക്കൽ ഒരു മെഷീനിൽ ഒരു ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ he can't hire an electrician or a plumber or any other machine mechanic or a technician from any other source. It will be very difficult to hire for such an micro or small scale industries. And in that situation, they will choose candidates or the right candidates that having essential skill set. അതായത് ഇത്തരത്തിലുള്ള എല്ലാ സ്കിൽ സെറ്റും ഉള്ള റൈറ്റ് കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവർ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൻഡ് വി ആർ ഓഫറിംഗ് ദിസ് പ്രോഗ്രാംസ് അറ്റ് വേരിയസ് ലെവൽസ്. as a machine operator, as a supervisor, as a manager level, as an administrating level. ഇങ്ങനെ പല ലെവൽസിൽ നമ്മൾ ഈ പ്രോഗ്രാമിനെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി വി ആർ ഇൻ ദിസ് ഫീൽഡ്, സോ വി നോ മച്ച് ബെറ്റർ വാട്ട് ഇസ് ദ റിക്വയർമെന്റ് ഇൻ ദിസ് ഏരിയ. എന്താണ് ഈ ഏരിയയിലെ റിക്വയർമെന്റ്, അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് റൺ ചെയ്യുന്ന ഒരു വ്യക്തി എങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെയാണ് അല്ലെങ്കിൽ വാട്ട് ആർ ദ സ്കിൽ സെറ്റ്സ് ദാറ്റ് ഹി ഈസ് എക്സ്പെക്ടിങ് ഫ്രം എ കാൻഡിഡേറ്റ് ഓർ ഫ്രം എ ന്യൂ എംപ്ലോയി. ഒരു
എംപ്ലോയിയിൽ നിന്ന് അയാൾ ആഗ്രഹിക്കുന്ന ഏതെല്ലാം രീതിയിലുള്ള സ്കിൽ സെറ്റുകളാണെന്ന് മറ്റാരേക്കാൾ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ വി ആർ ബിഹൈൻഡ് ഇൻ ദിസ് വെഞ്ചർ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഈ സഹസ്ര ഇലക്ട്രോണിക്സുമായിട്ട് ചേർന്നുകൊണ്ട് വി ആർ ഓപ്പറേറ്റിംഗ് ദിസ് സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് അറ്റ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വൽസ്, അയാളുടെ മെയിലോ ഫീമെയിലോ, ഇപ്പം ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പോലും ഇഫ് ഷീ ഹാസ് എ ഡിസയർ ടു വിൻ ഇൻ ദിസ് ഫീൽഡ്, അല്ലെങ്കിൽ ഈ കരിയറിൽ അല്ലെങ്കിൽ ഈ ഫീൽഡിൽ ഒരു കരിയർ അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു സ്കൂൾ അല്ലെങ്കിൽ SSLC അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഒരു കോഴ്സ് അതിനൊരു തടസ്സമേ അല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമ്മുടെ ഈ കോഴ്സിന് ചേരാൻ ഒരു തടസ്സമല്ല. അപ്പം അങ്ങനെയുള്ള ഒരു ഹൈലൈറ്റ് ഇതിനുണ്ട്. പിന്നെ എല്ലാ പ്ലാസ്റ്റിക് ടെക്നോളജീസിലും അല്ലെങ്കിൽ ടെക്നോളജികളിലും ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ എല്ലാ ഫീൽഡിലും എന്തുണ്ട് ഈ ഓപ്പർച്യൂണിറ്റീസ് ഒരു പ്ലാസ്റ്റിക് ഫീൽഡിൽ. നിങ്ങൾക്കറിയാം ഇപ്പൊ തന്നെ ഈ COVID-19 അല്ലെങ്കിൽ ഇൻ ദിസ് ടൈം ഓൾസോ പീപ്പിൾ ആർ ഡിമാൻഡിങ് ഓർ പീപ്പിൾ വാണ്ട്സ് പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് മോസ്റ്റ്ലി, അല്ലെ? പ്ലാസ്റ്റിക് നിരോധനം ഇതെല്ലാം വന്നെങ്കിൽ തന്നെയും എന്താണ് PPE, പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ്, COVID-19 ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ്, പിന്നെ മാസ്ക്, ഗ്ലൗസ്, അതെല്ലാം എന്താണ് പ്ലാസ്റ്റിക് റിലേറ്റഡ് പ്രോഡക്ട്സ് ആണ്. ഇഞ്ചക്ഷൻ മോൾഡിംഗ് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. അപ്പോൾ ആ രീതിയിലുള്ള എല്ലാ ഫീൽഡിലും എന്താണ് ഈ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. അല്ലെങ്കിൽ ഈവൻ ഇൻ ദിസ് ഇപ്പം എന്താണ് ഹാൻഡ് സാനിറ്റൈസർ, അതിനെന്താണ് ഏറ്റവും കൂടുതൽ പ്രധാനം, ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് വന്നത് എന്താണ്, അതിന്റെ ബോട്ടിലാണ് ഹാൻഡ് സാനിറ്റൈസർ. ദാറ്റ് ഈസ് മെയ്ഡ് ബൈ ദിസ് ഇഞ്ചക്ഷൻ മോൾഡിംഗ് ആൻഡ് ബ്ലോ മോൾഡിംഗ് പ്രോസസ്. അപ്പം ആ രീതിയിൽ എല്ലാ മേഖലയിലും എന്തുണ്ട് പ്ലാസ്റ്റിക്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പ്ലാസ്റ്റിക് ഇസ് എ വേഴ്സറ്റൈൽ പ്രോഡക്റ്റ്. അതിന്റെ ഗുണവും ദോഷവും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഹൗ വി ഹാൻഡിൽ ദാറ്റ് പ്രോഡക്റ്റ്, നമ്മൾ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും പോളിമർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ മെറിറ്റ് ഓർ ഡിമെറിറ്റ്. ഇഫ് ദേ ഹാൻഡിൽ യൂസ്ഫുള്ളി ഓർ വിത്ത് അറ്റ്മോസ്റ്റ് കെയർ ഇസ് എ മോസ്റ്റ് ഓർ പെർഫെക്റ്റ് പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷനും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൺവീനിയന്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എന്ത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളിമർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹാസ് എ ട്രമെൻഡസ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദി ഫ്യൂച്ചർ ഓർ നിയർ ബൈ ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഫീൽഡ് ആണ് ഈ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളിമർ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. Coming to our courses, these are the two courses basically that we are providing initially. As a starting venture, we are providing these two courses: plastic molding operator and plastic molding supervisor. And these two courses are certified by National Skill Development Council. നമ്മളുടെ ദേശീയ സംഘടനയായ അല്ലെങ്കിൽ ഏജൻസിയായ NSDC, നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിൽ, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം, കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ സ്ഥാപനമാണ്. അവിടെ ഉള്ള ASDC, ഓട്ടോമോട്ടീവ് സെക്ടേഴ്സ് വരുന്ന ഓട്ടോമോട്ടീവ് സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിൽ, ആൻഡ് ദീസ് കോഴ്സസ് ആർ കമ്മിങ് അണ്ടർ ASDC. We are providing basically two courses: plastic molding operator and plastic molding supervisor. Coming to the more details of this കോഴ്സസ്, അല്ലെങ്കിൽ ഈ രണ്ട് കോഴ്സസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ASDC സർട്ടിഫൈഡ് കോഴ്സ് ആണ്. അതേപോലെ തന്നെ ASDC സർട്ടിഫൈഡ് കോഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മോൾഡിംഗ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മോൾഡിംഗ് സൂപ്പർവൈസറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മെഷീൻ ഓപ്പറേഷൻ ആണ്. മെഷീൻ ഓപ്പറേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ കോഴ്സിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതായത് ASCC, ഓട്ടോമോട്ടീവ് സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ കീഴിൽ വരുന്ന ഓട്ടോമോട്ടീവ് സബ് സെക്ടറിലാണ് വരുന്നത്, മാനുഫാക്ചറിങ് സബ് സെക്ടറിൽ വരുന്ന കോഴ്സാണ് നമ്മളുടെ ഈ രണ്ട് കോഴ്സുകളും. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാസ്റ്റിക് മോൾഡിംഗ് ഓപ്പറേറ്റർ. ഈ പ്ലാസ്റ്റിക് മോൾഡിംഗ് ഓപ്പറേറ്റർ എന്ന കോഴ്സിൽ ഓട്ടോമോട്ടീവ് സെക്ടറിലാണ് വരുന്നത്. അതിന്റെ സബ് സെക്ടർ എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ്. നമ്മൾ മാനുഫാക്ചറിങ്, അതായത് ASDC നിങ്ങളുടെ വെബ്സൈറ്റിൽ ഓട്ടോമോട്ടീവ് സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിൽ, ഇഫ് യു ഗോ ത്രൂ ദിസ് വെബ്സൈറ്റ് ഓഫ് ASDC, you can view or the main qualification pack of this course. അതായത് അവര് സർട്ടിഫൈ ചെയ്ത കോഴ്സുകളാണ്, അല്ലെങ്കിൽ ASDC തന്നെ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളാണ് നമ്മളിവിടെ
പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ പ്ലാസ്റ്റിക് മോൾഡിംഗ് ആണ് അവരുടെ ഒക്യുപ്പേഷൻ പറഞ്ഞിരിക്കുന്നത്. നാഷണൽ സ്കിൽ ക്വാളിറ്റി ഫ്രെയിംവർക്ക് ലെവൽ, അതായത് ഓരോ കോഴ്സിന്റെ ഇപ്പൊ നിങ്ങൾ 10th അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ BTech ഏതൊരു പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിലും അതിനൊരു NSQF, അതായത് ഓരോ ലെവൽസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ലെവൽ 4 ആണ് ഓപ്പറേറ്റർ വരുന്നത്. അതിന്റെ മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് എന്ത് ITI എന്ന് പറയുന്നത്. അതിനൊരു മിനിമം ഒരു ബേസിക് പാരാമീറ്റർ ആയിട്ട് വെച്ചേക്കുന്നതാണ്, ക്വാളിഫിക്കേഷൻ പാരാമീറ്റർ ആണ് വെച്ചേക്കുന്നതാണ് ITI. ആൻഡ് ദിസ് ക്വാളിഫിക്കേഷൻ പാക്സ് ഓഫ് ASTC ഈസ് അണ്ടർ പ്രോസസ് നൗ. ഇത് ഇപ്പോഴും എന്താണ്, അത് റീഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതില് കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയാൻ നമ്മളുടെ 6 months ആണ്. ഈ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കോഴ്സാണ് പ്ലാസ്റ്റിക് മോൾഡിംഗ് സൂപ്പർവൈസർ. അപ്പം ഇതും സെയിം സെക്ടറിൽ വരുന്നതാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസർ കോഴ്സ് ആണ്. അതായത് കുറച്ചുകൂടെ എന്താണ്, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എന്താണ് ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇൻഡസ്ട്രി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ്, അതായത് ഒരു മേഖലയാണ് സൂപ്പർവൈസർ കോഴ്സ്. അതിലെ പ്ലാസ്റ്റിക് മോൾഡിംഗ് സൂപ്പർവൈസർ കോഴ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് എന്താ, മെഷീൻ ഓപ്പറേഷൻ, അതേപോലെ തന്നെ ഈ ഒരു യൂണിറ്റിന്റെ അഡ്മിനിസ്ട്രേഷൻ, അതായത് സൂപ്പർവിഷൻ. അതായത് ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ മാത്രമല്ല, അവിടുത്തെ ഇപ്പം എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റീസ്, അല്ലെങ്കിൽ സ്റ്റോക്ക് മെയിൻ്റനൻസ്. ഏതൊരു രീതിയിലും ഒരു വെഞ്ചർ റൺ ചെയ്തു പോകാൻ ഒരു സൂപ്പർവൈസർ, ഏതൊരു യൂണിറ്റിൽ ഒരു ഓപ്പറേറ്റർ, ഒരു സൂപ്പർവൈസർ ആവശ്യമാണ്. അപ്പൊ ഈ രണ്ട് ഫീൽഡിലും നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ ആളുകളെ അല്ലെങ്കിൽ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് അവരുടെ ഓപ്പറേഷൻ, അല്ലെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഡൗട്ട്സ്, രാഹുൽ സാർ ഇപ്പോൾ ഈ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്ത് പോകായിരുന്നു. ഹലോ. I think we can continue. We will have a question answer session in the last itself for 5 to 10 minutes. So we can continue as of now to give all the information related to course and technology. Then at last we will have a question answer session. Okay, we can continue. Yeah. And the main highlights of this course, നമ്മൾ ഈ കോഴ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ കണ്ടന്റ്, അതായത് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ആ രീതിയിലുള്ളതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അപ്പാർട്ട് ഫ്രം ദാറ്റ് ബേസിക് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി, അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയെ കുറിച്ച് കൺസേൺ ആയിരിക്കണം. ആൻഡ് ഓൾസോ ഡെഫിനറ്റ്ലി ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീൻ ഓപ്പറേഷൻ, about the product defects and how to rectify that product. അതായത് നമുക്ക് എങ്ങനെ ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ നമ്മൾ പ്രീഫോം അല്ലെങ്കിൽ ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും അതിന്റെ ക്വാളിറ്റി ഇഷ്യൂസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ ഒരു ഇതിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നാൽ ഹൗ ആൻ ഓപ്പറേറ്റർ ഓർ ഹൗ ആൻ സൂപ്പർവൈസർ റെക്ടിഫൈ ദാറ്റ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മെയിൻലി മെഷീൻ മെയിൻ്റനൻസ് in most of the course or in other skill development courses. ഇത് പല സ്ഥാപനങ്ങളും അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് ഒരിക്കലും ഈ മെഷീൻ മെയിൻ്റനൻസോ അങ്ങനത്തെ ഉള്ള മേഖലയിലൊന്നും അവര് ട്രെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ബേസിക് മെഷീൻ ഓപ്പറേഷൻ മാത്രമാണ് അവർ പഠിപ്പിക്കുന്നത്. നമ്മൾ ഇത് കൂടാതെ, മെഷീൻ ഓപ്പറേഷൻ കൂടാതെ അതിന്റെ മെയിൻ്റനൻസ്, അല്ലെങ്കിൽ അവിടെ വരുന്ന ഇലക്ട്രിക്കൽ കണക്ഷൻസ് ആൻഡ് ഇറ്റ്സ് ട്രബിൾ ഷൂട്ടിംഗ്, ഇതേപോലുള്ള ആക്സസറീസ് ആയിട്ടുള്ള ഡീഹ്യൂമിഡിഫയർ അല്ലെങ്കിൽ HRTC ടെമ്പറേച്ചർ കൺട്രോളർ, ചില്ലർ, അതിന്റെ വർക്കിംഗ്, പിന്നെ ഹൗ ടു മെയിൻറ്റെയിൻ ദി ക്വാളിറ്റി ഓർ ഹൗ വിൽ യു മെയിൻറ്റെയിൻ ദി ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്, ആൻഡ് ദ മെയിൻ തിങ് റീസൈക്ലിംഗ് ഓഫ് പ്ലാസ്റ്റിക്സ്. നമ്മൾ ഇപ്പോൾ ആസ് ദി ഇൻഡസ്ട്രി ഈസ് ഗ്രോയിങ്, ദ
main issue is how to recycle these plastics. As you know, every commodity plastics is recyclable. എല്ലാ commodity plastics നമുക്ക് recycle ചെയ്യാൻ പറ്റുന്നതാണ്. The main thing is how will we handle those products. അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? If we handle those products or those items very carefully or properly, we can recycle those items effectively, and we can utilize in some other means. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ആപ്ലിക്കേഷൻസിൽ നമുക്ക് ഇതുപോലുള്ള പ്ലാസ്റ്റിക്സ്, റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ആസ് എ സൂപ്പർവൈസർ, as you know, കോസ്റ്റിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്, ഒരു പ്രോഡക്റ്റിന്റെ കോസ്റ്റിംഗ് എങ്ങനെ വേണം, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ എത്ര ചെലവാകും, അല്ലെങ്കിൽ എന്ത് മാനുഫാക്ചറിങ് കോസ്റ്റ് ആകും ഒരു യൂണിറ്റ്, അല്ലെങ്കിൽ ഒരു പെർ kg മെറ്റീരിയൽ കൺവേർട്ട് ചെയ്ത് നമ്മളുടെ മെറ്റീരിയൽ ആകുമ്പോൾ, അത് ഈവൻ നമ്മളുടെ പ്രോഡക്റ്റ് മാത്രമല്ല, ഈവൻ നിങ്ങൾ പല ഫിഗേഴ്സും അല്ലെങ്കിൽ പല ഇമേജസും ഞാൻ ഇതിന്റെ PPT ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകും പ്ലാസ്റ്റിക് എത്രമാത്രം, അല്ലെങ്കിൽ പോളിമർ എന്ന് പറയുന്നത് നമുക്ക് എത്രമാത്രം യൂസ്ഫുൾ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. പിന്നുള്ളതാണ് പ്രോജക്ട് വർക്ക് ആൻഡ് ഇൻപ്ലാന്റ് ട്രെയിനിങ്. അതായത് നമ്മളുടെ ഇൻഡസ്ട്രിയൽ പാർക്കിൽ തന്നെ എല്ലാ മെഷീനറീസും ഉണ്ട്. ഫോർ ഉദാഹരണം എക്സാമ്പിൾ, ഇഞ്ചക്ഷൻ മോൾഡിംഗ് 2 യൂണിറ്റ്സ് അവിടെ ഉണ്ട്. എന്റെ സോവറിൻ പെട്രി ഫോംസ് കമ്പനി ഉണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കമ്പനിയും അവിടെ ഇൻഫ്രാ ഇൻഡസ്ട്രിയൽ പാർക്കിൽ തന്നെ സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. അതേ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ തന്നെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് സിറ്റുവേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ പാർക്കിൽ തന്നെ ഈ എല്ലാ മോൾഡിംഗ് കമ്പനി, ബ്ലോ മോൾഡിംഗ് കമ്പനീസ് 5 എണ്ണം ഉണ്ട്. അതേപോലെ തന്നെ എക്സ്ട്രൂഷൻ മോൾഡിംഗ് ഉണ്ട്, ബ്ലോ മോൾഡിംഗ് ഉണ്ട്, അതെ റൊട്ടേഷണൽ മോൾഡിംഗ് ഉണ്ട്, നമ്മുടെ വാട്ടർ ടാങ്ക് ഉണ്ടാക്കുന്ന യൂണിറ്റ്സ്. ഇതെല്ലാം തന്നെ നമ്മളുടെ ഇൻഡസ്ട്രീസ് പാർക്കിനകത്ത് തന്നെ. അതുപോലെ അവർക്ക് വേറെ ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ്, മറ്റുള്ള കുറച്ചുകൂടെ ഹൈ എൻഡ് ആയിട്ടുള്ള മീഡിയം എന്റർപ്രൈസ് നമുക്ക് വിസിറ്റ് ചെയ്യിക്കുന്നതായിരിക്കും. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടാണ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ. നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു, നമുക്ക് ആ മെഷീനറി ഓപ്പറേഷൻ ഒക്കെ നല്ല നീറ്റ് ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ വി ആർ എക്സ്പെർട്ട് ഇൻ ദാറ്റ്. ബട്ട് അപ്പാർട്ട് ഫ്രം ദിസ് ബേസിക് സ്കിൽ സെറ്റ്, വി നീഡ് സം ബേസിക് IT സ്കിൽസ്, ലൈഫ് സ്കിൽസ് ഓർ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അത് ഈവൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം ആണെങ്കിൽ പോലും പ്രോപ്പർ ആയിട്ട് വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ടു ദി അവർ സുപ്പീരിയേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട്, അല്ലെങ്കിൽ വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി വിത്ത് അവർ സുപ്പീരിയേഴ്സ്. നമ്മുടെ സുപ്പീരിയേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു അച്ചീവ് എ ഹൈക്ക് ഇൻ യുവർ കരിയർ, നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലും ഹൈക്ക് വേണമെങ്കിൽ you should possess some communication capability, അല്ലെങ്കിൽ you should acquire some life skills or certain soft skills apart from this hard skill. ഇതുപോലുള്ള ഹാർഡ് സ്കില്ല് കൂടാതെ നമുക്ക് അത്യാവശ്യം കുറച്ച് ലൈഫ് സ്കിൽസ് ഒക്കെ ആവശ്യമുണ്ട്. അതുപോലുള്ള എല്ലാ മേഖലയിലും നമ്മൾ ഈ കാൻഡിഡേറ്റ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നതായിരിക്കും. മെയിൻ പ്രോസസ്, അല്ലെങ്കിൽ നമ്മളുടെ പ്രോസസ്സ് വരുന്ന, അല്ലെങ്കിൽ പോളിമർ പ്രൊഡക്ഷനിൽ വരുന്ന ടെക്നോളജീസിൽ വരുന്ന ഇഞ്ചക്ഷൻ മോൾഡിംഗ്, എക്സ്ട്രൂഷൻ മോൾഡിംഗ്, ബ്ലോ മോൾഡിംഗ്. അപ്പം ഈ രീതിയിൽ അതെങ്ങനെ, ഇതിന്റെ വീഡിയോസ് നമുക്കൊന്ന് കാണാം, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള മെഷീനറീസ് വർക്ക് ചെയ്യുന്നത്. ഇഞ്ചക്ഷൻ മോൾഡിംഗ്.
നെക്സ്റ്റ് നമ്മളുടെ വരുന്നതാണ് എക്സ്ട്രൂഷൻ മോൾഡിംഗ്. അതായത് ഇപ്പൊ നമ്മൾ ഇഞ്ചക്ഷൻ മോൾഡിംഗ് കണ്ടത് എന്താണ്, ഇതുപോലുള്ള സോളിഡ് പാർട്സ് കൺസ്ട്രക്ട് ചെയ്യാനാണ് ഇതുപോലുള്ള ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീന് യൂസ് ചെയ്യുന്നത്. ഇനി എക്സ്ട്രൂഷൻ മോൾഡിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമ്മൾ കോൺഡ്യൂട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പൈപ്പ്, ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സ് ഒക്കെ കാണാറില്ലേ, ഹോസ്, അതുപോലുള്ള ലെങ്തി ആയിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടായിട്ടുള്ളത് കട്ട് ചെയ്തെടുക്കുന്നത്, അതായത് പുഷ് ചെയ്ത് അല്ലെങ്കിൽ പുള്ളി ചെയ്തെടുക്കുക, എക്സ്ട്രൂഡ് ചെയ്തെടുക്കുന്ന തരം മെറ്റീരിയൽസ് ആണ് എന്ത് ചെയ്യുന്നത്, എക്സ്ട്രൂഷൻ മോൾഡിംഗിൽ യൂസ് ചെയ്യുന്നത്. Molten plastic is pushed through to create a specific shape and thickness. A water bath spray chamber then cool the extruded shape and often provide pressure and/or vacuum control to properly size the product as it passes through. Belts or cleated pullers apply smooth tension on the product to keep it moving in pace with the extruder. A cutter or saw creates the final product length, or a winder creates spools for the final product. ഇതാണ് എക്സ്ട്രൂഷൻ മോൾഡിംഗ്. ഇനി നമ്മൾ പറഞ്ഞത് ബ്ലോ മോൾഡിംഗ് മെഷീൻ, അതായത് നമ്മളുടെ ബോട്ടിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ പ്രീഫോം എങ്ങനെ ബോട്ടിലാവുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫസ്റ്റ് ഫോം എങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്, ഹൗ എ പ്രീഫോം ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻടു ബോട്ടിൽ, ആൻഡ് ദാറ്റ് പ്രിൻസിപ്പിൾ ഈസ് നോൺ ആസ് ബ്ലോ മോൾഡിംഗ്. For PET blow molding, bottles are first created in a test tube shape, injection molded preform, and then in a separate operation, reheated and blown into their final shape. This two-stage process creates bottles that we, as consumers, know to be thin-walled, yet capable of containing gaseous carbonated beverages without losing pressure or exploding, even if they are dropped. ഇത്തരത്തിലുള്ള ബേസിക് ഇതാണ് നമ്മളുടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം എന്താണ് ഈ തിൻ ഫിലിം ആയിട്ടുള്ളത്, നമ്മളുടെ പ്ലാസ്റ്റിക് റാപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കോട്ട് ചെയ്യുന്ന തിൻ ഫിലിം അല്ലെ, പ്ലാസ്റ്റിക്സ്. അപ്പം അതും ഇതേ മെയിൻ ഇതാണ് പ്രിൻസിപ്പിൾസ്. മോൾഡിംഗ് അല്ലെങ്കിലും ഇതേ രീതിയിൽ തന്നെ അതെന്ത് ചെയ്യുന്നു, പുള്ളി ചെയ്ത് ഷീറ്റായിട്ട് തിൻ ഫിലിംസ് ആയിട്ട് ചെയ്യുന്നതാണ്. Vertically by this process. It's cooled as it flows upward, typically 30 feet or more, where it is then folded, brought back down, and placed onto rolls or converted into popular film products. ഇത്രയാണ് ബേസിക് പോളിമർ പ്രൊഡക്ഷൻ പ്രോസസ്. ഇത് കൂടാതെ ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഇത് രണ്ടും കൂടെ സിംഗിൾ സ്റ്റേജ് മെഷീനറീസ് ഉണ്ട്. അതായത് നമ്മൾ ഈ കണ്ട ഇഞ്ചക്ഷൻ മോൾഡിങ്ങും ബ്ലോ മോൾഡിങ്ങും ഒറ്റ മെഷീനറിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന മെഷീനറീസ് ഉണ്ട്. അത് എന്താണ്, ക്രോസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, അബവ് 7 crores 8 crores ഇൻവെസ്റ്റ്മെന്റ് വരുന്നതാണ്. അത്തരത്തിലുള്ള ഹെവി മെഷീനറീസ് ആണ്. പിന്നെ കംപ്രഷൻ മോൾഡിംഗ് ഉണ്ട്, നമ്മുടെ ക്യാപ്സ്, ചില ക്യാപ്പ് മാനുഫാക്ചർ കംപ്രഷൻ മോൾഡിംഗ് ഉണ്ട്. അതുപോലെ റൊട്ടേഷണൽ മോൾഡിംഗ്, നമ്മുടെ വാട്ടർ ടാങ്ക് അതുപോലുള്ള ഉണ്ടാക്കുന്ന മോൾഡിംഗ് പ്രോസസ് ഉണ്ട്. പല പ്രോസസ് ഉണ്ട്. മെയിൻ ആയിട്ട് നമ്മളുടെ വരുന്ന ഇത്തരം പ്രോസസ് ആണ്. ഇതിലെ എല്ലാ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കമ്പനീസിലും നമ്മുടെ കാൻഡിഡേറ്റ്സിന് ഇന്റേൺഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ഒരു പോളിമർ പ്രോസസ്സിംഗ് ടെക്നോളജിയിൽ വരുന്ന ഒട്ടുമിക്ക എല്ലാ മേഖലയിലും നമ്മളുടെ കാൻഡിഡേറ്റ്സിന് നമ്മൾ എക്സ്പോഷർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. Criteria is placement assurance, not placement assistance, not placement assurance. That we are doing by different steps, training at CSP, and after that we are providing internships at various industries, and placement at your own expertise. നിങ്ങൾക്ക് ഇതിലുള്ള മേഖലയിലാണോ നമുക്ക് വേണ്ടത്, നിങ്ങളുടെ കരിയർ വേണ്ടത്, you can utilize that, and we are supporting you to get placement or get placed in that relevant job sector. നിങ്ങൾക്ക് റിലവന്റ് ആയിട്ടുള്ള ജോബ് സെക്ടറിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അത്തരത്തിലുള്ള
പല കമ്പനീസിലും നമ്മൾ കുറച്ച് ഇപ്പൊ തന്നെ നമ്മളുമായിട്ട് ടൈപ്സ് ആയിട്ടുള്ള പല കമ്പനീസും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് മെയിൻ ആയിട്ടും നമ്മൾ ഇതുപോലുള്ള നമ്മുടെ മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന പല യൂണിറ്റ്സ്, ഇതിപ്പോൾ ഇന്ത്യയിലും കേരളത്തിൽ നിന്നുള്ള നമ്മൾക്ക് ടൈപ്പ് ഉള്ള ഡയറക്റ്റ് കുറച്ച് കമ്പനീസിന്റെ ആണ് നമ്മൾ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഈ എല്ലാ കമ്പനീസുമായിട്ടും നമുക്ക് ടൈപ്സ് അതുവഴി നമ്മൾ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് അഷുറൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ബേസിക്കലി വാട്ട് ആർ ഓഫ് പ്ലാസ്റ്റിക്സ്, നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞു. പ്ലാസ്റ്റിക്സിന്റെ പ്രോസസ്സും കാര്യങ്ങളും നമ്മൾ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ വൈ വി ആർ യൂസിങ് ദീസ് പ്ലാസ്റ്റിക്സ് ഇൻ അവർ ഡെയിലി ലൈഫ്, നമ്മൾ എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക്സ് അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ അഫക്ട് ചെയ്യുന്നതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും വി ആർ യൂസിങ് ദീസ് പ്ലാസ്റ്റിക്സ്. നമ്മൾ ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലാപ്ടോപ്പ്, മൊബൈൽ, അല്ലെങ്കിൽ അതിന്റെ കേസിങ് എല്ലാം എന്താണ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോളിമർ ആയിരിക്കാം അല്ലെ. നമ്മൾ സ്ക്രീൻ ഗാർഡ് ചെയ്യാൻ അല്ലെങ്കിൽ സ്ക്രീൻ ഗാർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു, അതെല്ലാം എന്താണ്, ഒരു തരത്തിലുള്ള പോളിമേഴ്സ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ഞാൻ പറഞ്ഞേക്കുന്നത്. എന്താണ്, നമ്മളുടെ റിക്വയർമെന്റ് അനുസരിച്ച് ദ പ്രോപ്പർട്ടീസ് ഓഫ് പ്ലാസ്റ്റിക് ക്യാൻ ബി ചേഞ്ച് ടു സ്യൂട്ട് അവർ റിക്വയർമെന്റ്സ്. പിന്നെന്താണ്, ഗുഡ് സ്ട്രെങ്ത് ടു വെയിറ്റ് റേഷ്യോ, മിനിമം വെയിറ്റിൽ നമുക്ക് നല്ല സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് വെരി ടഫ് ആൻഡ് ഡ്യൂറബിലിറ്റി, അല്ലെങ്കിൽ അതിന്റെ നമ്മളുടെ യൂസ് ചെയ്യാൻ പറ്റുന്ന യൂസേജ് പീരീഡ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. നോൺ ടോക്സിക് ആണ്, അതായത് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എഡിബിൾ ഫുഡ് പ്രോസസിങ് അല്ലെങ്കിൽ ഫുഡ് പാക്കേജിങ്ങിൽ പോലും വി ആർ യൂസിങ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ. പ്ലാസ്റ്റിക് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. നമ്മളുടെ വെള്ളം പാക്ക് ചെയ്യാൻ എന്താണ്, നമ്മൾ പെറ്റാണ് പോളിയതിന്റെ, അതൊരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളിമർ ആണ്. പക്ഷെ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുകയും ഉപയോഗിച്ച് കഴിഞ്ഞ് അതിനെ പ്രോപ്പറായിട്ട് റീസൈക്ലിംഗ് ചെയ്താൽ പ്ലാസ്റ്റിക് won't affect our nature or not provide any environmental hazards. പിന്നെ കെമിക്കൽ അല്ലെങ്കിൽ മോയ്സ്ചർ റെസിസ്റ്റന്റ് ആണ്, ഫയർ റിട്ടാർഡന്റ് ആണ്, അല്ലെങ്കിൽ കൊറോഡ് ആകില്ല. പിന്നെ പല കളേഴ്സിൽ നമുക്ക് മാനുഫാക്ചർ ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് റെസിസ്റ്റന്റ് ടു മൈക്രോബിയൽ ഇൻഫെക്ഷൻസ് ഒന്നും വരില്ല. മെയിൻ്റനൻസ് ഫ്രീ ആണ്, റീയൂസബിൾ ആണ്, റീസൈക്ലബിൾ ആണ്. ആൻഡ് എബോവ് ഓൾ വി ക്യാൻ പ്രൊവൈഡ് ഇറ്റ് ഇൻ എ ചീപ്പർ പ്രൈസ്. ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മാനുഫാക്ചർ ചെയ്യാം. യൂസ് ചെയ്ത് മാസ്ക് യൂസ് ചെയ്യുന്നത്, തുണിയുള്ള മാസ്ക് ആണെങ്കിൽ 15 അല്ലെങ്കിൽ 10, 15, 20 രൂപ വരെയൊക്കെ മാർക്കറ്റിൽ ആവുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതല്ലാതെ 5 മുതൽ അല്ലെങ്കിൽ 8 രൂപ വരെയുള്ള മാനുഫാക്ചറിങ് കോസ്റ്റ് നമുക്ക് ഈ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളിമേഴ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള മാസ്ക് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. പോളിമേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ക്ലാസിഫിക്കേഷൻ. പോളിമർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസ്, ഹൈഡ്രോ കാർബൺസ് ആണ്, കാർബണും ഹൈഡ്രജനും ആണ് ഇതിന്റെ മെയിൻ കണ്ടന്റ്. ഇതിലെ ഡിഫറെന്റ് മോളിക്യൂൾസ് ചേർന്ന് ഒന്നിൽ കൂടുതൽ കമ്പൈൻ ചെയ്ത് ഒരു ലാർജ് മോളിക്യൂൾ ഫോം ചെയ്യുന്നതിനെയാണ് പറയുന്നത് എന്ത്, പോളിമർ എന്ന് പറയുന്നത്. അതിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ് കമ്പോണന്റിനെയാണ് മോണോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഹൗ വി ക്യാൻ ക്ലാസിഫൈ ദിസ്, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ്. പല മെറ്റീരിയൽസിനും പല പ്രോപ്പർട്ടീസ് ആണ്, നമുക്ക് അതെല്ലാം കൂടെ പറയേണ്ട കാര്യമില്ല. എന്നിരുന്നാൽ പോലും 1-2 മെറ്റീരിയലിന്റെ എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്, അത് that may vary according to product and specification. And what are the applications of these different types of plastic, and who are the manufacturers, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെറ്റീരിയൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസ് ഏതൊക്കെയാണ്, അതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ. മെയിൻലി പോളിമേഴ്സിനെ നമുക്ക് തെർമോ പ്ലാസ്റ്റിക്സ് എന്നും തെർമോസിസ് എന്നും ക്ലാസ് ചെയ്യും. റിപ്പീറ്റഡ് ആയിട്ട് കൂൾ ചെയ്തും ഹീറ്റ് ചെയ്തും നമുക്ക് മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് തെർമോ പ്ലാസ്റ്റിക്സ്. വൺസ് അത് പ്രോസസ് ചെയ്തതിനു ശേഷം അതിനെ വീണ്ടും പ്രോസസ് ചെയ്യാൻ പറ്റാത്തതാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. അതേപോലെ തന്നെ ക്രിസ്റ്റലൈൻ അമോർഫസ് പോളിമേഴ്സ് എന്ന് പറയുന്നതാണ്. ഇത് ചേഞ്ച് ചെയ്ത് അതിന്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്ത് ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആകുവാണെങ്കിൽ അതിനെ ക്രിസ്റ്റലൈൻ പോളിമർ എന്നും, അല്ലാത്ത പക്ഷം അതിനെ അമോർഫസ് പോളിമർ എന്നും പറയുന്നു. ഹോമോ പോളിമർ, കോപോളിമർ, അതായത് ഒരേ തരത്തിലുള്ള യൂണിറ്റ്സ് ആണെങ്കിൽ ദാറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഹോമോ പോളിമേഴ്സ്. ആൻഡ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ്
റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ആണെങ്കിൽ കോപോളിമേഴ്സ് എന്ന് പറയുന്നു. ഡിഫറെന്റ് ടൈപ്സ്, നമ്മൾ മെറ്റൽ അലോയ്സ് എന്ന് പറയുന്ന പോലെ പോളിമർ അലോയ്സ് ഉണ്ട്. ഇതാണ് കമ്മോഡിറ്റി പ്ലാസ്റ്റിക്സ്. നമ്മുടെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മളുടെ കമ്മോഡിറ്റി നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്സുകളാണ് LDPE, ലോ ഡെൻസിറ്റി പോളിയെഥിലീൻ, ലീനിയർ ലോ ഡെൻസിറ്റി പോളിയെഥിലീൻ LLDPE, ഹൈ ഡെൻസിറ്റി പോളിയെഥിലീൻ, ഹൈ മോളിക്കുലർ ഹൈ ഡെൻസിറ്റി പോളിപ്രൊപ്പിലിൻ PP, പോളിവിനൈൽ ക്ലോറൈഡ് PVC, നമ്മളെല്ലാവരും അറിയാം, സ്റ്റൈറിൻ PS, ഹിപ്സ് ഹൈ ഇമ്പാക്ട് പോളിസ്റ്റൈറിൻ, PMMA, EVA, അങ്ങനെ പല കമ്മോഡിറ്റി പ്ലാസ്റ്റിക്സ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇനി അതിന്റെ പ്രോപ്പർട്ടീസ് നമുക്കെല്ലാം വേണ്ട എന്താണ്? ഹൈ ഇലോങ്ങേഷൻ, എന്താണ് ഇലോങ്ങേറ്റ് ചെയ്യാൻ പറ്റും. ലോ ബ്രിട്ടിൽനെസ്, ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് ബ്രേക്ക് ആവാനുള്ള ബ്രിട്ടിൽനെസ്, അത് ലോ ആണ് LDPE. പിന്നെ റെസിസ്റ്റൻസ്, ഗുഡ് ഇമ്പാക്ട് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ എന്താണ് അബ്രേഷൻ റെസിസ്റ്റൻസ്, ഫ്ലെയിമബിൾ അല്ല, ഇൻഫ്ലെയിമബിൾ അല്ല, പിന്നെ ട്രാൻസ്പെറന്റ് ആണ്, എക്സലന്റ് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസ്, അങ്ങനെ പല പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമുക്കെല്ലാം നമ്മൾ ഇതിലെ തിയറട്ടിക്കൽ പോർഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഓരോ മെറ്റീരിയലിനും പല പ്രോപ്പർട്ടീസ് ആണ്. ഇപ്പൊ PVC ആണെങ്കിൽ നമുക്ക് കാലണ്ടറിങ് അല്ലെങ്കിൽ എക്സ്ട്രൂഷൻ, PVC എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേഴ്സറ്റൈൽ പ്രോഡക്റ്റ്, നമുക്ക് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ പല യൂസിന് നമ്മൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് പോളിവിനൈൽ ക്ലോറൈഡ്. അതായത് അത് എക്സ്ട്രൂഷൻ മോൾഡിംഗ് യൂസ് ചെയ്യാം, ഇഞ്ചക്ഷൻ മോൾഡിംഗ് യൂസ് ചെയ്യാം, പല ഇതിലും യൂസ് ചെയ്യാം. പിന്നെ ABS, ഇങ്ങനെ നമ്മളുടെ ആപ്ലിക്കേഷൻസ്. LDPE, ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. LDPE, ലോ ഡെൻസിറ്റി പോളിയെഥിലീൻ, നമ്മളുടെ നഴ്സറി ബാഗ്സ് അല്ലെങ്കിൽ പൈപ്പിന്റെ ഇറിഗേഷൻ പൈപ്സ്, ഫിലിം, നമ്മുടെ എന്താണ് ഗ്രീൻ ഹൗസിന്റെ ഫിലിംസ്, കനാലിന് ലൈനേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ കൊറിഗേഷൻ അല്ലെങ്കിൽ ഷീത്തിങ്ങിന്, പിന്നെ നമ്മളുടെ ചാക്കിന്റെ ഇന്നർ കോട്ടിംഗ്, U1 സാക്സിന്റെ ഇന്നർ കോട്ടിംഗ്, സ്പേസേഴ്സ് കൺസ്ട്രക്ഷനിൽ സ്പേസേഴ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. പിന്നെ സലൈൻ ബോട്ടിൽസ്, നമ്മളുടെ എന്താണ് സലൈൻ ബോട്ടിൽസ് മാനുഫാക്ചർ ചെയ്യാൻ, പൗച്ചസ്, പലതരത്തിലുള്ള പൗച്ചസ് മാനുഫാക്ചർ ചെയ്യാൻ. ഇതുകൂടാതെ ഇതിലും ലോ ഡെൻസിറ്റി ആയിട്ടുള്ള ലീനിയർ ലോ ഡെൻസിറ്റി പോളിയെഥിലീൻ, അതും ഇതേപോലുള്ള നമ്മളുടെ എന്താണ് വേസ്റ്റ് ബാഗ്സ്, സ്പ്രിംഗ്ലർ, ഇറിഗേഷൻസ് യൂസ് ചെയ്യുന്ന പൈപ്പ്, നമ്മളുടെ പോണ്ടിന്റെ ലൈനേഴ്സ്, ടാപ്പ പോലുള്ള കാര്യങ്ങൾ. പിന്നെ ഈ റാപ്പ്, നമ്മളുടെ ബോട്ടിൽസ് ഒക്കെ റാപ്പ് ചെയ്ത് വരത്തില്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫുഡ് കമ്മോഡിറ്റി ഒക്കെ പാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ബബിൾ ഫിലിം. അപ്പൊ നിങ്ങൾ ഈ ഇതിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റി, ഇതിന്റെ ആപ്ലിക്കേഷൻസ് മനസ്സിലാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിനകത്തുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാകും. ഇപ്പൊ ഈവൻ ഒരു ബിടെക് കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് കഴിഞ്ഞ് ഈ ഫീൽഡിൽ അല്ലെങ്കിൽ ഇവിടെ എന്താണ് ഒരു കോർ ഫീൽഡ് എന്നുള്ളതിലുപരി അവർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള പല ഫീൽഡ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. ഇതിന്റെ ഓരോ ആപ്ലിക്കേഷൻ കാണുമ്പോൾ, ഇതിന്റെ ഓരോ ആപ്ലിക്കേഷനും എന്താണ് ഓരോ വ്യവസായമാണ്, ഓരോ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ. എവരി ആപ്ലിക്കേഷൻ ഈസ് ആൻ ന്യൂ ഓപ്പർച്യൂണിറ്റി ഫോർ യു. ഓരോ ഈ കാണുന്ന ഓരോ ആപ്ലിക്കേഷനും, ഇപ്പം സീല്, അതായത് നമ്മളുടെ കുപ്പിവെള്ളത്തിന്റെ സീലില്ലേ, അതുപോലും ഒരു ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ആണ്. നമ്മൾ ഡാഷ്ബോർഡ് ലൈനേഴ്സ് അത് യൂസ് ചെയ്യുന്നു. പിന്നെ HDP അടുത്ത പ്ലാസ്റ്റിക്സ് ആണ്. അതെന്താണ് ഫ്യുവൽ ടാങ്ക്, പിന്നെ പ്രൊപ്പല്ലേഴ്സ്, അതേപോലുള്ള നമ്മളുടെ അഗ്രികൾച്ചറൽ നെറ്റ്സ്, നമ്മുടെ കെമിക്കൽ ടാങ്ക്, പൈപ്പ്, വാട്ടർ ടാങ്ക്, പിന്നെ ബക്കറ്റ്, മഗ്സ്, അത് HDP ആണ്. അതുപോലെ പോളിപ്രൊപ്പിലിന്റെ നമ്മുടെ സിറിഞ്ച്, പിന്നെ ഡാഷ്ബോർഡിലെ പല ഐറ്റംസ്, ബമ്പർ, ഇത് പല ഇതുണ്ട്. ABS യൂസ് ചെയ്യുന്നത് പല മെറ്റീരിയൽ. നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് നമ്മളൊരു കമ്പനിയിലെ ഒരു സാധനം മേടിക്കുക അല്ലെ, ഒരു പ്ലാസ്റ്റിക് റിലേറ്റഡ് സാധനം മേടിക്കുകയാണ്, അത് പല വില കാണും, പല പ്രൈസ് കാണും. ചിലർ പറയുന്നത് കൂടിയതാണ് അല്ലെങ്കിൽ കുറഞ്ഞ മെറ്റീരിയൽ ആണ്. അത് ഇതാണ് കാര്യം, ഒന്നുകിൽ പോളിപ്രൊപ്പിലിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ABS ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം ബ്ലെൻഡ് ആയിരിക്കാം. അപ്പോൾ ഇതുപോലെ ഓരോ കമ്പോണന്റ് അല്ലെങ്കിൽ മാറുന്നതിനനുസരിച്ച് ഓരോ മെറ്റീരിയലിന്റെ വിലയും മാറും, അല്ലെങ്കിൽ കോസ്റ്റ് മാറും. പോളിപ്രൊപ്പിലിൻ നമ്മൾ പല മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ഇതേപോലുള്ള റെഗുലേറ്റേഴ്സിന്റെ ഇത് പൗച്ചസ്, പിന്നെ PVC നമ്മളുടെ ചെരുപ്പുകൾ, ഫുട്വെയർസിൽ വരുന്നുണ്ട്, ഡോർസ് അല്ലെങ്കിൽ അതുപോലുള്ള കൊറിഗേഷൻസ്, പൈപ്പ്, കണക്ടേഴ്സ് അല്ലെ. ഇതുപോലുള്ള പല ആപ്ലിക്കേഷൻസിലും പല പോളിമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ ഗ്ലേസ് യൂണിറ്റ്, നമ്മളുടെ വിൻഡോ പാളികൾ, അതേപോലെ നമ്മൾ റൂഫിങ്ങിന് യൂസ് ചെയ്യുന്ന പല മെറ്റീരിയൽസ്, ഫയല്, പോളിമർ ഫയൽസ് ഉണ്ട്. പേപ്പർ ഫയലിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ ടാർപോളിൻ, ഫയൽ കവർ, സെലോ ടേപ്സ്, അങ്ങനെ പലതും പോളിമേഴ്സ് ആണ്. പോളിസ്റ്റൈറിന്റെ ആണ് നമ്മളുടെ ചോക്ലേറ്റ് ബോക്സ് അല്ലെങ്കിൽ പലതരത്തിലുള്ള എന്താണ് എഡിബിൾ ഫുഡ് ഐറ്റംസ് പാക്ക് ചെയ്യാൻ നിങ്ങളുടെ പെന്ന്, കട്ട്, ഷാർപ്പനർ,
അതുപോലുള്ള ഐറ്റംസ് മാനുഫാക്ചർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. പോളികാർബണേറ്റ് പൗച്ച്, അല്ലെ നമ്മളുടെ എന്താണ് പല എക്യുപ്മെന്റ്സിന്റെയും ക്യാബിനറ്റ്, ഈ വണ്ടിയുടെ അല്ലെങ്കിൽ കാറിലെ ഇന്റീരിയർ അല്ലെങ്കിൽ ABS കാർ ബമ്പർ, പല ടൈപ്പ് മെറ്റീരിയൽ. ഇതിൽ ഓരോന്നും നിങ്ങൾ മനസ്സിലാവും, ഇത് ഓരോന്നും ആപ്ലിക്കേഷൻ ആണ്. അതായത് ഇതിലുണ്ട്, അങ്ങനെ പല ആപ്ലിക്കേഷൻസിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ പല മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാം, പോളിമേഴ്സിന്റെ പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ മോണിറ്റേഴ്സിന്റെ ഈ ഹൗസിങ്, അതേപോലെ കീപാഡ്, ലൈറ്റ്, ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ്. ഇപ്പോ നമ്മളുടെ എന്താണ് ഈവൻ അവർ ഓപ്പറേറ്റിംഗ് പാർട്ട്ണർ സഹസ്ര ഇലക്ട്രോണിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, അവർ consuming or are even now consuming different types of plastic related items for their construction or manufacturing their own products. അവരുടെ ഓരോ പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യാനും അല്ലെങ്കിൽ അസംബിൾ ചെയ്യാനും പലതരത്തിലുള്ള മെറ്റീരിയൽസ് പോളിമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ സ്യൂട്ട് കേസസ്, ഷൂസ്, കൊറിഗേറ്റഡ് ട്യൂബ്സ്, പല പ്ലംബിംഗ് ഐറ്റംസ് പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മളുടെ എന്താണ് ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻസ് ഓഫ് പ്ലാസ്റ്റിക്സ്. ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്സിന്റെ പല ആപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടതാണ്. ഈ ഓരോ മേഖലയിലും നമുക്ക് എന്തുണ്ട്, ഓരോ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ മെറ്റീരിയൽ മാനുഫാക്ചേഴ്സ്, നമ്മൾ ഈ എന്താണ് പല ടൈപ്പുള്ള മെറ്റീരിയൽസ് പറഞ്ഞു. ഇതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഡൊമിനന്റ് മാനുഫാക്ചറർ ഇൻ ഇന്ത്യ ഈസ് റിലയൻസ് ഇൻഡസ്ട്രീസ്. RIL, റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. ഇതുപോലെ PVC, പോളിപ്രൊപ്പലിൻ, നമ്മളുടെ പെറ്റ്, ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു ജയന്റ് പ്രൊഡ്യൂസർ ആണ് റിലയൻസ്. അതേപോലെ തന്നെ JBF, ഇൻഡോരാമ, ഇത് മൂന്നുമാണ് ഇന്ത്യയിലുള്ള പ്രൊഡ്യൂസേഴ്സ്. പിന്നെ ഇത് പെറ്റിന്റെ ആണ് ഞാൻ പറഞ്ഞത്. അത് കൂടാതെ ഇപ്പം നമ്മൾ റീസെന്റ് ആയിട്ട് കേട്ടു LG കെമിക്കൽസ് വിശാഖപട്ടണത്തിൽ ഇപ്പോൾ ഒരു അപകടം നടന്ന പോളിസ്റ്റൈറിൻ ആണ് അവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്. ദിസ് ആർ ചൈനീസ് മാനുഫാക്ചേഴ്സ്. അല്ലെങ്കിൽ സൗദിയിലുള്ള സാബിക്, ഒമാനിലുള്ള ഒക്ടൽ, അങ്ങനെ പല റെസീൻ മാനുഫാക്ചേഴ്സും അവൈലബിൾ ആണ്. അപ്പൊ ഈ പോളിമർ പ്രോസസ് അല്ലെങ്കിൽ പോളിമർ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരു സ്റ്റുഡന്റിന് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള കമ്പനീസിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ നമുക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കോഴ്സാണ് നമ്മളുടെ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, നിങ്ങൾ പല കോഡ്സ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, ഈ എന്താണ് 1 അല്ലെങ്കിൽ 2. നമ്മൾ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്, സിംഗിൾ യൂസ് ആണ്. ഒരു പരിധി വരെ കറക്റ്റ് ആണ്, എന്നാൽ പോലും അത് അങ്ങനെ ഒരു മീനിങ് അല്ല അതിൽ നിന്ന് ഉദ്ദേശിക്കുക. അതായത് ഏത് മെറ്റീരിയൽ ആണ് എന്നുള്ളതിനെ കാണിക്കാൻ മാനുഫാക്ചേഴ്സ് ഗ്ലോബലായിട്ട് കൊടുക്കുന്ന ഒരു കോഡാണ്. 1 എന്ന് പറഞ്ഞാൽ അത് മെറ്റീരിയൽ പെറ്റാണ്. നിങ്ങളുടെ ഈ വാട്ടർ ബോട്ടിൽസ് ഒക്കെ കണ്ടിട്ടില്ല, അത് PP5 ആയിരിക്കും, പോളിപ്രൊപ്പിലിൻ ആയിരിക്കും. അപ്പൊ അത് ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള കോഡാണ്. അല്ലാതെ ഇത് 5 തവണ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ദിസ് ഈസ് മെന്റ് ഫോർ സിംഗിൾ യൂസ്, ദിസ് ഈസ് മെന്റ് ഫോർ ഡബിൾ യൂസ്, അങ്ങനെയല്ല. അത് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. അത് ഒരു ക്രൈറ്റീരിയ ആണെങ്കിൽ പോലും അത് ഇതിനകത്ത് വരുന്നതാണ്, വിത്തിൻ ദാറ്റ്, ഇറ്റ് ഈസ് അണ്ടർലൈൻഡ് വിത്ത് ദാറ്റ്. ബട്ട് ദ മെയിൻ തിങ് ഈസ് വാട്ട് ഈസ് ദ മെറ്റീരിയൽ കോൺസ്റ്റിറ്റ്യൂട്ട് ദാറ്റ് പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്താണ് ആ പ്രോഡക്റ്റ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നതാണ് ഈ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരുന്നാൽ പോലും നമ്മുടെ പ്ലാസ്റ്റിക്സ് റീസൈക്കിൾ ചെയ്യണം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്സ് വേണം. റീസൈക്ലിംഗും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ASDC സർട്ടിഫൈഡ് കോഴ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ മെയിൻ ആയിട്ടും നമ്മുടെ കോഴ്സിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് മോൾഡിംഗ് ഓപ്പറേറ്റർ, പ്ലാസ്റ്റിക് മോൾഡിംഗ് സൂപ്പർവൈസർ ആണ് പറഞ്ഞത്. ഒന്ന് NSQF ലെവൽ 4ഉം ഒന്ന് NSQF ലെവൽ 5ഉം ആണ്. പ്ലാസ്റ്റിക് മോൾഡിംഗ് ഓപ്പറേറ്റർ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കുന്ന കോഴ്സ്. അപ്പം ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഈ കോഴ്സ് മെയിൻ ഹൈലൈറ്റ് അല്ലെങ്കിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു മാനുഫാക്ചറിംഗ് കമ്പനിയിലാണ് അല്ലെങ്കിൽ ലൈവായിട്ട് ഫീൽഡിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ നിൽക്കുന്ന ഒരു ഫേം ആണ് നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത്. അതേപോലെ തന്നെ വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവൽ ഫെസിലിറ്റീസ് ഉള്ള നമ്മളുടെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക്. നിങ്ങൾ അതിന്റെ ഇന്റീരിയർ അല്ലെങ്കിൽ അതിന്റെ ഫെസിലിറ്റീസിനെ കുറിച്ച് രാഹുൽ സാർ അല്ലെങ്കിൽ Angur sir will tell more details about the facilities that are available in CSP or in our community skill park. അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലെ വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ് യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
ഇത്തരത്തിലുള്ള മോൾഡിംഗ് ഓപ്പറേറ്റർ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് മെഷീൻ മെയിൻ്റനൻസ് ഇതുപോലുള്ള എല്ലാ ഫീൽഡിലും നമ്മൾ എന്താണ് അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. ഇൻപ്ലാന്റ് ട്രെയിനിങ് ആയിരിക്കും, ലൈവായിട്ട് ഒരു റണ്ണിങ് ഇൻഡസ്ട്രീസിലായിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. NSTC സർട്ടിഫൈഡ് ട്രെയിനേഴ്സ് ആയിരിക്കും, സെക്ടർ സ്കിൽ കൗൺസിൽ ട്രെയിനേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ കോഴ്സിന് ശേഷം ASTCയുടെ ഒരു എക്സാം അറ്റൻഡ് ചെയ്യണം. അത് വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് we should provide an ASTC certificate for this course. Above all, നമ്മളുടെ സർട്ടിഫിക്കേഷനും ഇതുമൊക്കെ സെക്കൻഡറി ആണ്. എന്നെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഒരു ആസ് ആൻ എന്റർപ്രണർ, ആസ് ആൻ ഇൻഡസ്ട്രിയലിസ്റ്റ്, I will tell no certification or no other exam is not important. Your skill development or your skill set or your acquired skill set is the main criteria that the economy or the market focusing on. ഇവരുടെ ഒരു സ്കിൽ സെറ്റ് ആണ് എന്ത് ചെയ്യുന്നത് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണേഴ്സ് നോക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പം ഈ രീതിയിൽ നമ്മളുടെ കോഴ്സ് പ്രയോജനപ്പെടുത്തുക. That's all about my presentation and the different career opportunities in polymer processing. And now we can move the question answer section also, so we can move further, or we can discuss more in detail about this field. Through your questions we can move to more details about this course, because നമ്മൾ ഈ പ്ലാസ്റ്റിക്കിന്റെ പ്രോപ്പർട്ടീസും അതുപോലുള്ള പ്രോസസ്സും കൂടുതൽ മനസ്സിലാക്കാൻ ഈ കോഴ്സ് കൊണ്ട് പറ്റും. അതിൽ നമ്മൾ ഈ വെബിനാർ സെഷൻ യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അത് കൂടുതൽ ഇതിന്റെ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എന്തൊക്കെ ടൂൾസ് അത് നമുക്ക് ചോദിച്ച് മുന്നോട്ട് പോകാം. അപ്പൊ നമുക്ക് ആ സെഷൻ എങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ അരുൺ, താങ്ക് യു സോ മച്ച്. ഒരു ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു. നമ്മൾ പാർട്ടിസിപ്പൻസിന്റെ ക്വസ്റ്റ്യൻസ് അവരുടെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഫാഡ്ലി, എനിക്ക് ഒരു 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കാമോ? ചോദിച്ചോളൂ സാർ. എനിക്ക് ഒരു ഫ്രം ഒരു ലേമാൻ പോയിന്റ് ഓഫ് വ്യൂല് ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ, നമുക്കിപ്പോ ഒരുപാട് 4 months ആയിട്ട് ന്യൂസ് പേപ്പറിൽ എപ്പോഴും വരുന്നതാണ് ഈ പ്ലാസ്റ്റിക് കഴിവതെ എല്ലാവരും അവോയ്ഡ് ചെയ്യണം. പ്ലാസ്റ്റിക്കില് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് വിച്ച് ഇസ് ഹാർംഫുൾ ഫോർ അവർ ഹെൽത്ത്. അപ്പോൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്, ഈവൻ പ്ലാസ്റ്റിക് ചെയർസ്, അങ്ങനത്തെ മാക്സിമം പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് കുറെ ന്യൂസ് പേപ്പേഴ്സ്, കുറെ ആൾക്കാർ. അപ്പോൾ വരുന്ന ഈ ഒരു സമയത്ത് എത്രത്തോളം സാധ്യതകൾ കാണും ഈ ഒരു പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയിൽ? ഓക്കെ, അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സാറേ, ഇപ്പോ നമ്മള് അതൊരു റിലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് പ്ലാസ്റ്റിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഉപയോഗിക്കുന്നതിരിക്കും. അതായത് ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ഫീൽഡ്, നമ്മളിപ്പോ ഈ പ്ലാസ്റ്റിക് എന്ന് നമ്മൾ കാണുമ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതലും യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകളാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. അല്ലെങ്കിൽ നമ്മളെ പ്ലാസ്റ്റിക് കിറ്റ് അല്ലെ, അതുപോലുള്ള ഐറ്റംസ് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നത്, അല്ലെങ്കിൽ അതിന്റെ യൂസേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതൊരു ഫാക്റ്റ് ആണ്. പക്ഷേ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള നമ്മൾ പ്രോപ്പർ റീസൈക്ലിങ്ങിലൂടെ, അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസി ഒന്ന് റീഡിഫൈൻ ചെയ്താൽ വി ക്യാൻ ഓവർകം ദിസ് ചലഞ്ച്. ദാറ്റ് മീൻസ് in order to set up an industry, or in order to work, in order to get sanction for an industrial unit or in this plastic field, the government should ensure that industry must ensure the recycling of the products or the items that they are selling or that they are pushing towards the market. നമ്മുടെ മാർക്കറ്റിലോട്ട് തള്ളിവിടുന്ന അത്രയും ക്വാണ്ടിറ്റി പ്ലാസ്റ്റിക്സ് അല്ലെ അവരത് എൻഡ് യൂസറിൽ നിന്നും റീകളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉറപ്പാക്കുക. അതേപോലെ തന്നെ നമ്മളുടെ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു വാർഡില് ഒരു റീസൈക്ലിംഗ് സെന്റർ അല്ലെങ്കിൽ ഒരു കളക്ഷൻ പോയിന്റ് വെക്കുക. അങ്ങനെയൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് തന്നെ എന്താണ് ഈ പ്ലാസ്റ്റിക്കിന്റെ ഈ അനാവശ്യമായിട്ടുള്ള ഡംപിങ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സാറ് പറഞ്ഞത് എങ്ങനെയാണ് കരിയർ ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്. നമ്മൾ ഈ മേഖലയിലല്ല, ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ അത് നമ്മളൊരു മെറ്റൽ വെച്ച് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ? നമ്മൾ യൂസ് ചെയ്യുന്ന മൗസ്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാറിന്റെ ഇന്റീരിയർ, അല്ലെ ഓട്ടോമോട്ടീവ് പാർട്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ വയറിങ്ങിന് യൂസ് ചെയ്യുന്ന കോൺഡ്യൂട്ട്സ്, നമ്മുടെ അത്യാവശ്യം സിറിഞ്ച് അല്ലെങ്കിൽ മെഡിസിൻസ് വരുന്ന ബോട്ടിൽസ്, പല ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനും യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കൊണ്ടുപോകുന്ന പാക്കറ്റ്സ് അല്ലെങ്കിൽ അത് കൊണ്ടുപോകുന്ന ബോക്സ്, ഇതെല്ലാം എന്താണ് ഒരു പോളിമർ ആണ്. ഒരിക്കലും അത് നമുക്ക് തടിയിലോ അല്ലെങ്കിൽ തുണിയിലോ അല്ലെങ്കിൽ ക്ലോത്തിലോ റാപ്പ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അതിന്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതാണ് ഞാൻ ഒരുപാട് ഫിഗേഴ്സ് കാണിച്ചു, ഓരോ ആപ്ലിക്കേഷൻ. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം
ഏതൊക്കെ തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇതിലുള്ളതെന്ന്. അതായത് പല ഫീൽഡ് ഉണ്ട്, അതിന് ഡിഫറെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. ഇപ്പൊ ഒരു മെഷീൻ ഓപ്പറേഷൻ, ഇപ്പൊ നമ്മളുടെ ഈ മെഷീൻ ഓപ്പറേഷൻ പഠിച്ചാൽ ഇത് നിരോധിക്കുന്ന അല്ലെങ്കിൽ നിരോധനം വന്നിട്ടുള്ള ഇതിലാകണമെന്നില്ല. ഇപ്പൊ നോൺ വൂവൻ ബാഗ്സ് നമ്മൾ ഇവിടെ നിരോധിച്ചു അല്ലെ, അതിന് മെറ്റീരിയൽ അതേ മെറ്റീരിയൽ, ആ നോൺ വൂവൻ ബാഗ്സിന് യൂസ് ചെയ്യുന്ന അതേ മെറ്റീരിയൽ ആണ് നമ്മളിപ്പോൾ മാസ്ക് കൺസ്ട്രക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്റെ പരിചയത്തിൽ തന്നെ ഒട്ടനവധി യൂണിറ്റുകൾ ഷട്ട് ഡൗൺ ചെയ്യാൻ ഗവൺമെന്റിന്റെ ഓർഡർ വന്നു. പക്ഷെ അതേ ഇൻഡസ്ട്രീസിനെ തന്നെ ആരോഗ്യ വകുപ്പും ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റും ഇപ്പോൾ അപ്രോച്ച് ചെയ്തിരിക്കുകയാണ്, അവർക്ക് മാസ്ക് കൺസ്ട്രക്ട് ചെയ്ത് അല്ലെങ്കിൽ മാസ്ക് നിർമ്മിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട്. അതായത് നമ്മൾ ഒരു ഇൻഡസ്ട്രിയെ നമുക്ക് ബാൻ ചെയ്യാം, പക്ഷെ അതിനു മുമ്പ് അത് എങ്ങനെ അതിനെ നിലനിർത്താം അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ദോഷഫലങ്ങൾ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള സ്റ്റഡീസിലാണ് നമ്മൾ കൂടുതൽ മുൻതൂക്കം നൽകേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതേപോലെ തന്നെ ഇതിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും കുറയുന്നില്ല. പല ഫീൽഡ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ഇഞ്ചക്ഷൻ മോൾഡിങ് അല്ലെങ്കിൽ എക്സ്ട്രൂഷൻ മോൾഡിങ് പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഇവിടെ അല്ല അല്ലെങ്കിൽ ഗ്ലോബലി ഇന്റർനാഷണൽ ലെവലിൽ തന്നെ പല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ ഇത് ടീച്ചിങ് ഫീൽഡിലുണ്ട്. അതേപോലെ ഒരു ഇൻഡസ്ട്രീസിൽ തന്നെ ഇപ്പം ഈ നിരോധനം വന്നിട്ടുള്ള യൂണിറ്റ്സ് മാത്രമല്ല, ഇപ്പൊ ബക്കറ്റ്, കസേര, ചെയർ, ഇതൊന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ദ മെയിൻ മെഷീൻ പ്രിൻസിപ്പിൾ ഓർ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഡ് ഇൻ ഓൾ ഇൻഡസ്ട്രീസ്. ഈ എല്ലാ ഫീൽഡിലും ഒരേ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ആ ടെക്നോളജിയാണ് അല്ലെങ്കിൽ ആ സ്കിൽ സെറ്റ് ആണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസിന് യാതൊരുവിധ ഇതുമില്ല. മുൻകാലത്തിനേക്കാൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരുവാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഓക്കെ, താങ്ക് യു അരുൺ. എൻ്റെ വേറൊരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു ഓണ്ടർപ്രണർഷിപ്പ് പോയിന്റ് ഓഫ് വ്യൂവിലാണ്. നമുക്കിപ്പോൾ അറിയാം ഒരുപാട് മൈഗ്രൻസ്, ഒരുപാടുള്ള മൈഗ്രൻസ് അതിൽ തന്നെ ഒരു പക്ഷേ ചിലപ്പോൾ കൂടുതലുള്ളവർ ഈ 50 വയസ്സിന് 55 വയസ്സിന് കൂടുതൽ പ്രായമുള്ളവരാവാം. അവർ ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ആയിട്ട് ഈ ഒരു കോവിഡ് കാരണം അവരെ നാട്ടിൽ സെറ്റ് ചെയ്യാം എന്നൊരു വരുന്നവർ കാണും. അതിൽ തന്നെ ഒരു പക്ഷേ കുറച്ച് പേർക്ക് ഒരു ഓണ്ടർപ്രണർഷിപ്പ്, നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നാട്ടിൽ വന്നിട്ട് എന്ന രീതിയിൽ ചിന്തിക്കുന്നവർ കാണും. അപ്പൊ അങ്ങനെയുള്ള ഒരു ആൾക്കാർക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഓണ്ടർപ്രണർഷിപ്പ് പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ സാധ്യതകളുണ്ട്? ഇപ്പൊ നേരത്തെ പറഞ്ഞു ഈ പ്ലാസ്റ്റിക് റീകളക്ഷൻ, അത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത് നല്ല രീതിയിൽ ഒരു നടക്കുന്നുണ്ടെന്നൊരു കാര്യം സംശയമാണ്. ഈവൻ ഗവൺമെന്റ് തന്നെ ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലും കളക്ഷൻ പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും അത് എത്രത്തോളം ഫലപ്രദമായിട്ട് നടക്കുന്നുള്ള കാര്യം സംശയമാണ്. അപ്പൊ ഇങ്ങനത്തെ ഈ പ്ലാസ്റ്റിക് ഒരു മൊത്തത്തിലൊരു ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ഒരു ഓണ്ടർപ്രണർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്? ഈവൻ ഒരു സ്റ്റാർട്ടപ്പ് ആയാലും, ഒരു സ്റ്റുഡന്റ് ആയാലും, ഒരു ബിടെക് കെമിക്കൽ എഞ്ചിനീയറിംഗ് സംതിങ് പഠിച്ചിറങ്ങിയ ഒരു സ്റ്റുഡന്റ് ഒരു ഓണ്ടർപ്രണർഷിപ്പ് ആഗ്രഹത്തോടുകൂടി നടക്കുന്ന ഈ ഒരു മേഖലയിലേക്ക് നോക്കി കാണുമ്പോൾ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്? അതുപോലെ തന്നെ ഒരു ഓണ്ടർപ്രണേഴ്സിനെ ഫേസ് ചെയ്യേണ്ട എന്തൊക്കെ ചലഞ്ചസ് കാണും ഈ ഒരു ഇൻഡസ്ട്രി? ഇതില് മെയിനായിട്ടും ഓണ്ടർപ്രണേഴ്സ് അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്, അത് ഞാൻ ഓൾറെഡി ഇതിനകത്ത് കവർ ചെയ്തൊരു ടോപ്പിക്കായിരുന്നു. നമുക്ക് ഓണ്ടർപ്രണർഷിപ്പ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു മെയിൻ എയിം ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഈ ഫീൽഡില് ഇപ്പൊ നമ്മളുടെ കമ്പനി ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിന്റെ പ്രൊമോഷണൽ വീഡിയോസ് അല്ലെങ്കിൽ അതിന്റെ പോസ്റ്റേഴ്സ് വന്നപ്പോൾ തന്നെ എന്നെ ഒരുപാട് പേര് വിളിച്ചിരുന്നു. അതായത് ഈ ഫീൽഡില് വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഈ ഫീൽഡിൽ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്ന പല വ്യക്തികളും എന്നെ വിളിച്ചിരുന്നു. അവർക്കെല്ലാം ആവശ്യം അവർക്കൊരു ഓപ്പറേറ്റർ അല്ലെങ്കിൽ നമ്മളുടെ ട്രെയിനീസായിട്ടുള്ള വിദ്യാർത്ഥികളെ അവർക്കൊരു ഓപ്പറേറ്ററായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. കാരണം അവർ കോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് ഇവരെ ഡിമാൻഡ് വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പം അത് ഒരു ഓണ്ടർപ്രണർ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ അവർ വെല്ലുവിളി നേടുന്നതാണ് ഈ മെഷീന്റെ ഓപ്പറേഷൻ. ഒരു യൂണിറ്റ് നമ്മൾ അല്ലെങ്കിൽ ഇപ്പൊ ഒരു നമ്മളൊരു ഹോട്ടൽ നടത്തി, അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഈവൻ ഒരു ചായക്കട നമ്മൾ നടത്തി അല്ലെ, ആ ഒരു ചായക്കട നടത്തുന്ന ഒരു വ്യക്തിക്ക് മിനിമം ഒരു ചായ അടിക്കാൻ എന്തെങ്കിലും അറിയില്ല അല്ലെ. ചായ അല്ലെങ്കിൽ ഒരു കുക്ക് അന്ന് വന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കച്ചവടം നിന്ന് പോകരുത്. അപ്പൊ ആ രീതിയിൽ തന്നെ ഒരു ഓണ്ടർപ്രണർക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് മെഷീനെ കുറിച്ചൊരു ഏകദേശം ഒരു ഐഡിയ അല്ലെങ്കിൽ ഓപ്പറേഷൻ പഠിച്ചാൽ അത്രയും നല്ലത്. അപ്പം അതും നമ്മളുടെ ഒരു ഉദ്ദേശമാണ്. അപ്പൊ നമ്മളുടെ ഈ കോഴ്സ് പഠിച്ച ഒരു വ്യക്തിക്ക് അപ്പം തീർച്ചയായിട്ടും ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഓണ്ടർപ്രണർ ആകുന്നതിന് യാതൊരു തടസ്സവുമില്ല. കാരണം ഞാനിപ്പോ ഈവൻ ഈ PPT-യിൽ തന്നെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷീനറീസ്, അല്ലെങ്കിൽ മെഷീനറി വന്ന അല്ലെങ്കിൽ പല ടൈപ്പ് മെഷീനറീസ് അല്ലെങ്കിൽ പല ടൈപ്പ് ആപ്ലിക്കേഷൻസ്. അപ്പം ഈ രീതിയിൽ പലതരത്തിലുള്ള
കാര്യങ്ങൾ നമ്മൾ അവരെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് എവിടെ കിട്ടും, അല്ലെങ്കിൽ അതിന്റെ കൺവേർഷൻ കോസ്റ്റ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, എങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രി പ്രോഫിറ്റിൽ വരുന്നത്. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ട്രെയിനീസ് ആയിട്ട് വരുന്നവർക്ക് ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സ്കില്ല് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇത് കൂടാതെ സാറ് ചോദിച്ച പോലെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു കൺസൾട്ടൻസി അതായത് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക്, അതിന് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ആ പേരിൽ തന്നെ ഉണ്ട്. നമ്മുടെ ആ കമ്മ്യൂണിറ്റിയെ തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയ രീതിയിൽ ആണ്. നമ്മളുടെ ഇൻഡസ്ട്രിയൽ പാർക്കിൽ തന്നെ ഡിഫറെന്റ് പോളിമർ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അവർക്കെല്ലാം നമ്മളൊരു ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഡൗട്ടുകളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അവർക്ക് വേണ്ട ഫീഡ്ബാക്കുകൾ, അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ ആയിട്ട് നമ്മുടെ അടുത്ത് വരികയാണ്, അല്ലെങ്കിൽ ഇന്ന ഫീൽഡിൽ നമുക്ക് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്, അല്ലെങ്കിൽ ബാധ്യസ്ഥരാണ്. അവർക്ക് വേണ്ട എല്ലാ ഗൈഡ് ലൈൻസും നമ്മൾ ഈ CSP മുഖാന്തരം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും സഹസ്ര ഓൾറെഡി പ്രൊവൈഡ് അഷ്വർ മീ ദെയർ ഫുൾ സപ്പോർട്ട് ഫോർ ദിസ്. അവർക്ക് നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും അവർ പ്രൊവൈഡ് ചെയ്യാമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഈവൻ നമ്മളുടെ ട്രെയിനീസിന് വരുന്ന പ്രോഡക്ട്സ് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ആ രീതിയിൽ ഈ സ്റ്റുഡൻസിനെ തന്നെ നമുക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു രീതിയിൽ എങ്ങനെ സെയിൽസ് എന്താണ് അച്ചീവ് ചെയ്യാം, ആ രീതിയിലുള്ള ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എല്ലാ രീതിയിലും ഒരു സ്ഥാപനം എങ്ങനെ തുടങ്ങാം, അതെങ്ങനെ നടത്തിക്കൊണ്ട് പോകാം എന്നുള്ള എല്ലാ മേഖലയിലും നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആസ് ആൻ ഓണ്ടർപ്രണർ അതിന്റെ ഡൗട്ട്സോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഇതിൽ പ്രായമോ അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോ ഒരു തടസ്സമല്ല. അവർക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും അല്ലെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഫെസിലിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അരുണ പറഞ്ഞൊരു പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ CSPയുടെ ഒരു ഒബ്ജക്റ്റീവ് തന്നെയാണ് നമ്മളൊരു CSP കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ഒരു നോളജ് ഹബ്ബായിട്ട് ആക്ട് ചെയ്യുന്നുള്ളത്. അതായത് ഇതേപോലെ ഓണ്ടർപ്രണേഴ്സിനുള്ള അതുപോലെ ഷോർട്ട് ടൈം ഇന്റേൺഷിപ്പ്, സ്റ്റുഡൻസിന് വേണ്ട ഇന്റേൺഷിപ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, ഈ പോളിമർ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അവരുടെ ഫാക്കൽറ്റി ഡെവലപ്മെന്റ്, അത് നമ്മളൊരു ഇൻഡസ്ട്രിയിൽ വന്ന് ഒരു ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്യുന്നതും നമ്മൾ ഒരു വേറൊരു ഡോക്യുമെന്റഡ് രൂപത്തിലുള്ള ഇന്റേൺഷിപ്പ് ചെയ്യുന്നതും എൻ്റയർലി ഡിഫറെന്റ് ആണ്. അവരാ നമ്മളുടെ വർക്ക് സൈറ്റിൽ വരുമ്പോഴാണ് ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ഒരു ഹൈഫൈ സെറ്റപ്പോ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ഉണ്ടാകുന്ന ഒരു കംഫർട്ടബിളോ ഒരു ഷോപ്പ് ഫ്ലോറിൽ കാണണമെന്നില്ല. അവിടെ ഉണ്ടാകുന്ന ചൂടും അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ക്ലൈമാറ്റിക് കണ്ടീഷൻസും എല്ലാം നമ്മൾ അഡാപ്റ്റബിൾ ആയിരിക്കണം. ആ രീതിയിൽ ഒരു ട്രെയിനിയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. നമുക്ക് അത് മാത്രമല്ല, ഈ ഓണ്ടർപ്രണേഴ്സ് എന്ന രീതിയിൽ അവർക്ക് ഒരുപാട് സംശയങ്ങൾ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ റിസോഴ്സസ് എവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും, അതേപോലെ ഇതിന്റെ മാർക്കറ്റ് എവിടെയാണ് ഉള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ആ നോളജ് ഹബ്ബ് വഴി തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് തന്നെ പ്രൊമോട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നമുക്ക് ഗവൺമെന്റിന് പ്രൊപ്പോസൽ കൊടുക്കാം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. സ്റ്റുഡൻസ് പ്രോജക്റ്റ് ആയിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അരുണ, എനിക്ക് വേറൊരു സംശയമുള്ളത്, ഇപ്പൊ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ഈ പ്ലാസ്റ്റിക് ഈ ഒരു മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന നിങ്ങൾക്ക് അസോസിയേഷൻ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുണ്ടോ? എന്തൊക്കെയാണ് അസോസിയേഷൻ സപ്പോർട്ട് ചെയ്യുന്നത് പുതിയ ആൾക്കാരെ സഹായിക്കാൻ? അതുപോലെ തന്നെ പുതിയ ട്രെയിനീസ് പുതിയ ഇൻഡസ്ട്രിയിലേക്ക് വേണ്ട ജോബ് റോളിലുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ആക്ടിവിറ്റീസ് അതൊന്ന് വിശദമായിട്ടൊന്ന് പറയാമോ? അസോസിയേഷൻ എന്നാണ് ഉദ്ദേശിച്ചത്? അതെ അതെ, ഈ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി, പ്ലാസ്റ്റിക് മാനുഫാക്ചറിംഗ് നമ്മളുടെ ഓൾ ഇന്ത്യ AIPMA ഉണ്ട്, ഓൾ ഇന്ത്യ പ്ലാസ്റ്റിക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ കേരളത്തില് ഈ ബ്ലോയിങ് യൂണിറ്റ്സിന്റെ അസോസിയേഷൻ ഉണ്ട്. അതേപോലെ പ്രീഫോം മാനുഫാക്ചേഴ്സ് നമ്മുടെ അസോസിയേഷൻ അത് രജിസ്റ്റേർഡ് ആയിട്ടില്ല. നമ്മൾ പ്രീഫോം മാനുഫാക്ചേഴ്സ് ഒരു അസോസിയേഷന് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ രീതിയിൽ അസോസിയേഷനുകൾ നിലവിലുണ്ട്. അപ്പൊ അവരുടെ എല്ലാം നമ്മൾ ആ അസോസിയേഷനിൽ നമ്മൾ സോവറിൻ പെറ്റ് ഫോംസ് എന്ന് പറഞ്ഞ നമ്മളുടെ സ്ഥാപന മെമ്പറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ഏതൊരു റിക്വയർമെന്റ് നമ്മൾ അത് ആദ്യം അറിയാൻ സാധിക്കും. റിക്വയർമെന്റ് അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ വരുന്ന ഏതൊരു ചേഞ്ചും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അവർക്ക് എന്താണ് റിക്വയർമെന്റ്, അതിനനുസരിച്ച് നമുക്ക് നമ്മളുടെ കോഴ്സും റീഡിഫൈൻ ചെയ്യാൻ പറ്റും. ASTC സർട്ടിഫൈഡ് അല്ലെങ്കിൽ അതിന്റെ ഗൈഡ് ലൈൻസിൽ വരുന്നതുകൊണ്ട് നമുക്ക് കരിക്കുലം നമുക്ക് അധികം മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് എക്സാം വിൽ ബി ബേസ്ഡ് ഓൺ ദാറ്റ്. പക്ഷേ
in addition to that curriculum, we can provide extracurricular activities like co-curricular activities like this. നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന co-curricular activities നമുക്ക് ഇത് ഉൾപ്പെടുത്തി ഇതേപോലുള്ള അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അതേപോലെ ഇപ്പം ഇൻഡസ്ട്രി അല്ല വേറൊരു ഇൻഡസ്ട്രിയലിസ്റ്റുമായിട്ട് അവർക്ക് ഇന്ററാക്ഷൻ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അവരുമായിട്ടൊരു ഓൺലൈൻ മീറ്റ് അല്ലെങ്കിൽ റിയൽ മീറ്റ്, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. വേറൊരു സംശയം ഉള്ളത്, ഇപ്പൊ ആക്ച്വലി ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ചു നോക്കിയ സമയത്ത് ഒരുപാട് പ്ലാസ്റ്റിക് ബോട്ടിൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉണ്ട്. അത് ഒരു ഓൾമോസ്റ്റ് ചെറിയ യൂണിറ്റ്സ് ഒക്കെ ആയിട്ടാണ് നടത്തുന്നത്. ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ 1-2 ആൾക്കാരൊക്കെ. അപ്പൊ അങ്ങനെ ഒരു ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട് ആഗ്രഹമുള്ള ഒരാൾക്ക് ബേസിക് ആയിട്ട് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും? മെഷീനറി ആഗ്രഹമുള്ള ഒരാൾക്ക് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഇൻ ടോട്ടൽ? ഡിപ്പെൻഡിങ് അപ്പോൺ മെഷീനറി ആണ്. അതായത് നമ്മളിപ്പം സാധാരണ അതായത് പല 2 അല്ലെങ്കിൽ 3 ടൈപ്പുള്ള മെഷീനറീസ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഒന്ന് വളരെ ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ടെക്നോളജി അത്രയ്ക്ക് ഇല്ലാത്ത അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അധികം ഇല്ലാത്ത നമുക്ക് ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള മെഷീനറീസ് അവൈലബിൾ ആണ്. അത് ഈവൻ എല്ലാ മേഖലയിലും ഇപ്പൊ ഇഞ്ചക്ഷൻ മോൾഡിങ്ങിലുണ്ട്, ബ്ലോ മോൾഡിങ്ങിലുണ്ട്, എക്സ്ട്രൂഷൻ മോൾഡിങ്ങിലുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഹൈ എൻഡ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ എക്കോണമി, ഇപ്പം ഫോർ എക്സാമ്പിൾ ഓട്ടോമോട്ടീവില് നമ്മൾ എന്താണ് ഇപ്പൊ മാരുതി, നമ്മൾ ഇന്ത്യൻ എക്കോണമി അല്ലെ ഇന്ത്യൻ റോഡിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ മാരുതി ചൂസ് ചെയ്യുന്ന പോലെ ഈ ഇഞ്ചക്ഷൻ മോൾഡിംഗ് ആ ടൈപ്പ് അതിലുള്ള മെഷീനറീസ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പോ ബെൻസ്, ഓഡി അല്ലെ ഹൈ എൻഡ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന അതേപോലുള്ള മെഷീനറീസ് ഉണ്ട്. അപ്പൊ അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദി മെഷീനറീസ് ആൻഡ് ദി സ്പെസിഫിക്കേഷൻ ദി ഇൻവെസ്റ്റ്മെന്റ് മേ വേരീസ്. അപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഇപ്പം എന്താണ് ഒരു ഇടത്തരം, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ മാരുതി എന്ന് കമ്പയർ ചെയ്ത പോലെ ആ രീതിയിലുള്ള മെഷീനറീസ് ആണെങ്കിൽ ഏകദേശം 25 lakhs തൊട്ട് 35 lakhs വരെ മെഷീന് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ആകും. പിന്നെ ബ്ലോ മോൾഡിംഗ് ആണെങ്കിൽ അത്രയും വരത്തില്ല, ഒരു 5 തൊട്ട് 6 ലക്ഷം രൂപ വരെ ബ്ലോ മോൾഡിംഗ് മെഷീനറി ഇൻവെസ്റ്റ്മെന്റ് ആകും. ഈ ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീനറി ഇത് കൂടാതെ ഞാൻ പറഞ്ഞ പോലെ സപ്പോർട്ടിംഗ് എക്യുപ്മെന്റ്സ്, ചില്ലർ, ഡ്രയർ, കൂളിംഗ് ടവർ, മോൾഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. മോൾഡിന് തന്നെ ഏകദേശം 25 to 30 lakhs വരും. ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് ക്യാവിറ്റീസ്. ഒരു ക്യാവിറ്റിക്കാണ് വില. അപ്പൊ അതേപോലെ മാറും. ഒരു സിമ്പിൾ ഒരു വളരെ നമുക്കിപ്പം ക്വാളിറ്റി ഇഷ്യൂ അല്ലാത്ത പ്രോഡക്ട്സ് കാണും. ഇപ്പൊ നമ്മൾ പല പ്രോഡക്ട്സ് എന്തെങ്കിലും ഫിറ്റിംഗ്സോ അതുപോലുള്ള ക്വാളിറ്റി ഇഷ്യൂസ് വരാത്ത അല്ലെങ്കിൽ അത്ര ശ്രദ്ധിക്കാത്ത പ്രോഡക്ട്സ്, അത് നമുക്കൊരു 20 to 25 lakhs ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു 1 crore ആ ഒരു റേഞ്ച് വരും ഇഞ്ചക്ഷൻ മോൾഡിംഗ്. ബ്ലോ മോൾഡിംഗ് ഏകദേശം 30 to 35 lakhs എല്ലാ ഇൻവെസ്റ്റ്മെന്റോടെ കൂട്ടി അത്രയും വരുന്നതാണ്. അതാണ് ഒരു മേജർ. പിന്നെ സിംഗിൾ സ്റ്റേജ് മെഷീനറിയിലാണെങ്കിൽ അബവ് ക്രോസ് ആണ്, അബവ് 5 to 10 crores ഇൻവെസ്റ്റ്മെന്റ് അതിന് വരും. താങ്ക് യു. എനിക്ക് തോന്നുന്നു നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഈ മാനുഫാക്ചറിങ് സെക്ടർ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ടറാണ്. കാര്യം ഇപ്പോൾ ഒരു കോമൺലി ഇന്ത്യയിൽ എടുക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം ചൈനയെ ഡിപ്പെൻഡ് ചെയ്യാതെ മാക്സിമം മാനുഫാക്ചറിങ്, ഇപ്പൊ അവരുടെ പ്രസന്റേഷനിൽ പോലും നമ്മൾ 2-3 കമ്പനീസ് ചൈനീസ് കമ്പനികളെ സ്പെസിഫൈ ചെയ്യും. അപ്പോൾ മാക്സിമം അങ്ങനത്തെ ഇപ്പൊ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ചൈനീസിനായിട്ട് ഒരുപാട് ടോയ്സിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പ്ലാസ്റ്റിക് മെയ്ഡ് ടോയ്സ്. അപ്പോൾ മാക്സിമം ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുക എന്നാണ് ഒരു കോമൺ സ്ട്രാറ്റജിയിലേക്ക് ഇപ്പോൾ വരുന്നത്. ഒരുപാട് ഇൻഡസ്ട്രീസ് അവർക്ക് വരാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ എന്തായാലും നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മൾ ഈ 2 കോഴ്സുകൾ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്ത് ഇൻഡസ്ട്രിയിൽ നോളജ് ഹബായിട്ട് അപ്ലിഫ്റ്റ് ചെയ്യപ്പെടുകയും പുതിയ അപ്ഡേറ്റ് കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും, കാര്യം നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ ഹെവി മെഷീനറി റൂം തന്നെ നമുക്ക് അതിനുവേണ്ടി യൂസ് ചെയ്യാം. മോസ്റ്റ് അഡ്വാൻസ്ഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള സ്പേസ് ഉണ്ട്. അതിലുപരിയായിട്ട് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നു നമ്മളെ ഇൻഫ്രാ പാർക്കിന്റെ അകത്തോ തന്നെ ഒരു ഇൻഡസ്ട്രി കോഴ്സ് റൺ ചെയ്യുന്ന സമയത്ത് ലൈവായിട്ട് ഈ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ആ ഒരു ഇൻഡസ്ട്രി എക്സ്പോഷർ കിട്ടുകയും കൂടുതൽ ഇൻഡസ്ട്രിയോട് ചേർന്ന് പഠിക്കുകയും കിട്ടുന്ന ഒരു അവസരമാണ്. അത് മാത്രമല്ല നമ്മുടെ ഇന്റേൺഷിപ്പ് വഴിയെല്ലാം സ്റ്റുഡൻസിന് നല്ല ഒരു ഇൻഡസ്ട്രി എക്സ്പോഷറും ഇൻഡസ്ട്രിയിലേക്ക് കൂടുതൽ കണക്ടിവിറ്റിയും അതുപോലെ തന്നെ പ്ലേസ്മെന്റ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി പ്രോബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് അരുൺ, വെരി ഗുഡ് സെഷൻ. Ankur, you can actually conclude the session. Yes, thanks Arun for conducting this webinar, and especially for you, because of this session is very informative.
in terms of technology, in terms of courses, in terms of training, in terms of employment and all the things. So definitely I would like to thank you on behalf of Community Skill Park, Kuranthanam. And I'm going to take only 2 minutes to conclude the session. As operating partner of Community Skill Park, Sahasra Electronics has tied up with Sovereign Pet Preforms Private Limited for providing polymer processing technology courses. As of now, there are 2 courses which are approved by ASDC, Automotive Sector Skill Council, and as well as we are approved from the ASAP also, named as like Plastic Molding Operator and Plastic Molding Supervisor. Any candidate who are willing to make career on polymer technology can join us by any time, because of we are not having any specific time slots in which batches will be begin. Anytime anyone can contact us, we can form the batch as per the availability of candidates, and we will start the courses. As we have already informed that all the courses are from the industry, like Sovereign is also industry. So we are focusing on only industry sponsored programs and certification from the ASDC, like government agency, either SSC, either ASAP, either NSDC. We are focusing on certification at least from the government agency. As operating partner, we are also especially focusing on employment link programs. As Arun has informed, after course completion, student will get job. It's assurance, not only assistance. And if we talk about Kerala, as we have mentioned also in the PPT, there are a lot of companies which are available inside the Kerala and also in India and apart from India, abroad also. So there are a lot of employment opportunities are there in Kerala, in India and abroad also, for all the candidates who will complete the training course and also the certification from the Community Skill Park, Kuranthanam on these courses. Also, as an authority of Community Skill Park, I would like to inform you that we already planned a lot of benefits also, apart from the training on this polymer processing for the students in terms of additional supports, like as we are going to support on communication skills, we are going to support on biodata preparation, we are going to support on communication skills, we are going to support on entrepreneurship skills. So definitely student will get more and more benefits if they are going to join us at Community Skill Park, apart from the another institutions. Especially for the polymer processing courses, we are getting more benefits, I can say, especially because all the activities, theory, practical and on-job training, all the segments will be completed inside Kinfra Industrial Park itself, because Sovereign and Community Skill Park both are located inside Kinfra Industrial Park. So finally, I would like to thank ASAP and Sovereign to conduct this webinar, to support us, to provide knowledge to our all community candidates and persons who are interested to make career in polymer processing technology. For more details about the courses, duration, fees, commencement of the courses, you can connect with us through the call or through the mail. All details are available at www.sahasracsp.com. Even I can say the mobile number also here, 9582158465. Through this number, you can connect with us anytime for getting any information related to this course. Thank you all. Thank you, Arun. Thank you, Ankur, for hosting the session. Thank you, participants, for joining. Sahasra Electronics Private Limited, എൻ്റെ പേരിലും Sovereign Pet Preforms Private Limited ഉള്ള നന്ദി അറിയിക്കുന്നു. Thanks. Thank you, Arun. Thank you, all participants.